بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه وأزواجه وذريته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. اللهم إنا نسألك تمام النعمة في الأشياء كلها والشكر لك عليها حتى ترضى وبعد الرضا والخيرة في جميع ما يكون فيه الخيرة وبجميع ميسور الأمور كلها لا بمعسورها يا كريم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അവറുകളെ, മറ്റു ഉലമാ ശിരോമണികളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ശറഫാക്കപ്പെട്ട റബീഉൽ അവ്വലിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ കഴിയുന്നത്. നേരത്തെ അറിയിച്ചത് പ്രകാരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മുടെ മേലിൽ തങ്ങളുമായുള്ള ഹക്കുകൾ എന്തൊക്കെയാണ് എന്ന് ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് മുഴുവനും വിശദീകരിച്ച് പറയുക എന്നുള്ളത് വർഷങ്ങളോളം പഠിക്കുന്ന നീണ്ട കാര്യമായിരിക്കും. എങ്കിലും ബറക്കത്തിന് വേണ്ടി പരിമിതമായ സമയത്ത് ഇന്നലത്തെ പോലെ നിശ്ചിത സമയത്ത് തന്നെ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി തരട്ടെയാണ്. ഏറ്റവും നാഫിആയ ഇൽമിൻ്റെ സദസ്സിലാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ പള്ളിയിലുമാണ്. ഈ രണ്ട് വിധത്തിലുള്ള സദസ്സുകളുടെ മഹത്വങ്ങൾ ലഭിക്കാൻ അതിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കേണ്ടത്. എന്നാൽ നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم نصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله العلي العظيم.
ബഹുമാന മുഅ്മിനീകളെ, മുസ്ലിമായ മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും ഒരുപാട് ഹക്കുകളെ കൊണ്ടും ബാധ്യതകളെ കൊണ്ടും നിറഞ്ഞതാണ് എന്ന് അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ജീവിതം മുഴുവനും ഹക്കുകളും ബാധ്യതകളുമാണ്. അതെല്ലാം വീട്ടിയേ പറ്റും. എണ്ണി നോക്കിയാൽ അവൻ്റെ സ്വന്തം നഫ്സിനോട് ഹക്കുണ്ട്. ഇന്ന ലിനഫ്സിക അലൈക ഹഖ. അവൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹക്കുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹക്കുണ്ട്. മാതാപിതാക്കന്മാരോട് ഹക്കുണ്ട്. അവൻ്റെ കുടുംബാംഗങ്ങളായ ദവുൽ അർഹാമിനോട് ഹക്കുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട് ഹക്കുണ്ട്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഭാര്യയോടും ഹക്കുണ്ട്. അയൽവാസികളോട് ഹക്കുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോട് ഹക്കുണ്ട്. വിദ്യാർത്ഥികളോട് ഹക്കുണ്ട്. അയൽവാസികളോട് ഹക്കുണ്ട്. കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളായ ഇഖ്വാനീങ്ങളോട് ഹക്കുണ്ട്. അങ്ങനെ തുടർന്നു പോകുന്നു അവൻ്റെ ഹക്ക്, അവൻ്റെ ബാധ്യതകൾ. എത്ര വരെ എന്ന് വെച്ചാൽ അവൻ്റെ സ്ഥലത്ത് വളർത്തപ്പെടുന്ന നട്ടു വളർത്തപ്പെടുന്ന ചെടികളോട് അവൻ്റെ ഹക്കുണ്ട്. വീട്ടിൽ വളർത്തപ്പെടുന്ന ജീവിതത്തിലുള്ള വളർത്തു മൃഗങ്ങളോടും മത്സ്യങ്ങളോടും മറ്റും അവൻ്റെ ഹക്കുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിനോട് ഹക്കുണ്ട്. കുടിക്കുന്ന പാനീയങ്ങളോട് ഹക്കുണ്ട്. പോകുന്നു നീണ്ട പട്ടിക. ഈ ഹക്കുകളൊക്കെ വീട്ടിയിട്ട് അതായത് അവൻ്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന ഏതൊരു ഹക്കാണോ വീട്ടേണ്ടത് അത് വീട്ടുന്ന ഒരു വ്യക്തിക്കാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇസ്തിലാഹ് പ്രകാരം സ്വാലിഹായ വ്യക്തി എന്ന് പറയുന്നത്. ഭാഷാർത്ഥത്തിൽ ഒരു നല്ല ആള് എന്നേ അർത്ഥമുള്ളൂ. അവന് അപ്പോഴുണ്ടാകുന്ന ബാധ്യതകൾ വീട്ടണമെങ്കിൽ എന്ത് വേണം? രണ്ട് വിധത്തിലുള്ള ഇൽമ്, ഒരു വിധത്തിലുള്ള അമൽ, ഇങ്ങനെ മൂന്ന് കാര്യം അനിവാര്യമായി വരും. എന്താണ് രണ്ട് വിധത്തിലുള്ള ഇൽമ്? എനിക്കിപ്പോഴുള്ള ബാധ്യത എന്താണ്? ഉദാഹരണത്തിന് പള്ളിയിൽ കയറിയാൽ അവൻ്റെ ചില ബാധ്യതകളുണ്ട്. പള്ളിയിൽ ഇഖ്വാനികളുമായി കണ്ടുമുട്ടുന്ന അവസരത്തിൽ ബാധ്യതകളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് അറിയലാണ് ഒരു ഇൽമ്. ആ ബാധ്യതകൾ എപ്രകാരം നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള അറിവാണ് രണ്ടാമത്തേത്. അപ്പോൾ രണ്ട് ഇൽമായി. മൂന്നാമത്തേത് അത് കൃത്യമായി നിർവഹിക്കലാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൽമും ഒരു അമലും കൂടി ഒരുമിച്ച് കൂടുകയാണ് ഇവിടെ. ഇനി നോക്കാം, ഈ കൂട്ടത്തിൽ നിന്നെല്ലാം നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഹുഖൂഖുകൾ, ബാധ്യതകൾ ഏതാണെന്ന് ചോദിച്ചാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബാധ്യതകളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, അള്ളാഹുവിൻ്റെ ബാധ്യതകൾക്കല്ലേ മുൻഗണന കൊടുക്കേണ്ടത്? യെസ്, അത് തന്നെയാണ് ശരി. പക്ഷേ അള്ളാഹുവിൻ്റെ ബാധ്യത നിറവേറ്റൽ എന്താണ്, അവനോടുള്ള ബാധ്യത എന്തൊക്കെയാണെന്നറിയാനും അത് എപ്രകാരം നിർവഹിക്കണമെന്നറിയാനും അത് യഥാർത്ഥത്തിൽ നിർവഹിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ ഇല്ലാത്ത കാലത്തോളം എങ്ങനെ സാധിക്കുമെന്നാണ്? ബുദ്ധി മതിയാകുകയില്ല. അത് തങ്ങളുടെ നാവിൽ കൂടി വിശദീകരിക്കപ്പെടണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ബാധ്യത നിറവേറ്റാൻ അനിവാര്യമായ ഒരു ശൈലിയാണ്, ഏതൊരു വസീലയാണ്, ഒരു മാർഗമാണ്, തരീഖാണ് അള്ളാഹിൻ്റെ ഹബീബിനെ
ബാധ്യത നിറവേറ്റുക എന്നുള്ളത്. അപ്പോൾ തങ്ങളോടുള്ള ബാധ്യത നിറവേറ്റി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ബാധ്യത നിറവേറ്റാൻ സാധിക്കും. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അർ-റസൂലിനെ ഒരാൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അള്ളാഹുവിനെ വഴിപ്പെട്ടവൻ തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇനി നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള ഹക്ക് എന്താണ്? അധികം ആളുകളും ഇന്ന് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയവർ ഉണ്ടായിരിക്കാം, പക്ഷേ അത് കൂട്ടപ്പെടുന്നില്ല. മഹാന്മാരായ ഔലിയാക്കൾ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 10 ബാധ്യതകളാണ് ഓരോ മുസ്ലിമായ വ്യക്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഉള്ളത് എന്ന് കാണാം. അതാദ്യമായി തർത്തീബായി എണ്ണിക്കൊണ്ടിട്ട് ഏതെങ്കിലും ഒന്നിലേക്ക് വിശദീകരണം കടക്കും, കൃത്യമായ സമയത്ത് നിർത്തും. ഇനി ബാക്കിയുള്ളത് എവിടെ നിന്നാണോ അല്ലാഹു തആല കണക്കാക്കുന്നത്, എവിടെയാണോ കണക്കാക്കുന്നത്, എപ്പോഴാണോ കണക്കാക്കുന്നത്, ആ അവസരത്തിൽ അത് പൂർത്തീകരിക്കപ്പെടണം. കാരണം ആ വിഷയത്തിനെ ഊന്നിക്കൊണ്ട് നല്ല നിലക്ക് വിശദീകരിക്കണം എന്ന് മഹാനായ ഒരു ശൈഖ് തമലല്ലാഹു അംറഹു പ്രത്യേക വസിയത്തായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? 10-15 കൊല്ലത്തിൻ്റെ മുമ്പ് ഏതാനും ആളുകളെ കൂട്ടിക്കൊണ്ടിട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന 3-ാമത്തെ ദിവസം, തിങ്കളാഴ്ച ദിവസം, ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ മഹദി അവറുകളെയും മുഅല്ലാത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ നേതാക്കളെയും സിയാറത്തിന് വേണ്ടി പോയി അസ്ർക്ക് ശേഷം. അപ്പോൾ ഏതാണ്ട് ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മഹാനായ വ്യക്തി അവിടെ വെച്ച് ഇങ്ങനെ ദിക്റിൽ ഏർപ്പെട്ട് ലയിച്ചിരിക്കുകയാണ്. വലിയ തലീക്കെട്ടും വലിയ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ തൊപ്പിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജീബിട്ടത് ഒത്തിരി പുള്ളി തോട്ടത്തോട്ടേ തൊപ്പി. ഖദീജ അമ്മയുടെ പരിസരത്ത് വിളിച്ചു, യാ അബ്ദുൽ ബാരി തഫല്ലൽ. എന്നിട്ട് പറഞ്ഞു, ഷാദുലി തരീഖത്തുമായി ബന്ധമുള്ള ആളുകൾ, അറബി ഭാഷ ശുദ്ധമായ അറബി, ദിമഷ്കിയാണ്, സാധാരണ വളവള അറബിയല്ല. ഷാദുലി തരീഖത്തുമായി ബന്ധമുള്ള ആളുകൾ ഇങ്ങനെ ചിന്നിച്ചിതറി അലഞ്ഞു വരാൻ പാടില്ല. എന്താക്കണം? മുട്ട കൈകോർത്ത് പിടിച്ചു കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിച്ചു, കൈഫ അർത്ഥനി വലം നജ്തമി ബഅദു, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയൂ? ഇന്നതാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതെന്ത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഅരിഫത്ത് കരസ്ഥമാക്കിയ ഒരാൾക്ക് ഒന്നും ഖഫിയല്ല എന്നൊരൊറ്റ വാക്കാണ്. പിന്നെ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നു. അങ്ങനെ മേലെ ആ മുഅല്ലാത്തിൽ വലിയ ഉന്നത മലയുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള അജ്ഞതയാണ് ഇന്ന് എല്ലാ ദലാലത്തിൻ്റെയും എല്ലാ ജഹാലത്തിൻ്റെയും എല്ലാ ബിദ്അത്തിൻ്റെയും ഹെഡ് ഓഫീസ്. അറബിയിലാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഒരു കഴിവ് അല്ലാഹു തആല തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദറിനെ കുറിച്ച് കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് പറയുന്നു. ഞാൻ പറഞ്ഞു, അലർ റഅ്സി വൽ ഐൻ, അത് ഞാൻ ഇരുകരങ്ങളോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. തർഹീബ്, അപ്പം ഏത് വഴിക്ക് നീങ്ങണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ പിന്നീട്. അദ്ദേഹത്തിൻ്റെ പേരാണ് താരിഖ് ബിനു ഹാഷിം അന്നൂന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടുത്ത കാലത്തും മൂപ്പർ ജീവിച്ചിരിപ്പുണ്ട്, ഇടക്കിടയ്ക്ക് ഫോൺ ചെയ്യാറുമുണ്ട്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞത് അർത്ഥവത്താണ്. ഇന്ന് നമ്മളെ ഈ നീക്കം മതിയാവൂല.
എൻ്റെ മകൻ തൽക്കാലം 1 മാസം മദ്രസയിൽ പഠിപ്പിക്കാൻ തന്നു ഒരാളുടെ ലീവ് വേക്കൻസിയിൽ. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ വിഷയം അറിയോ, ഇങ്ങനൊന്നും നീങ്ങിയ സംഗതിയാവില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിനെ കുറിച്ചും മറ്റും ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഉസ്താദെ ഇത്രയൊക്കെ പറയണോ, ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലേ എന്ന്. എവിടെത്തി? ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയത് എവിടത്തേക്ക് എത്തിയെന്ന് വെച്ച് അവനോട് ചോദിച്ചു, നീ എവിടുന്നായി പഠിച്ചത്? എൻ്റെ ഉപ്പ എനിക്ക് പറഞ്ഞാൽ എന്നാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് മദ്രസയല്ല, മറ്റു വഹാബി മദ്രസയല്ല, സമസ്തൻ്റെ അംഗീകാരമുള്ള സിലബസ് മദ്രസയിലാണ് സംഗതിയിൽ. ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളും ചൂണ്ടിയെടുത്താൽ തങ്ങളെ പറ്റിയുള്ള ഏറ്റുകഥ എന്തായിരിക്കും? എന്നിട്ടോ വീട്ടിൽ നിന്ന് പറയാനുണ്ടോ? ഇങ്ങനെ ഉമ്മ അതിനെതിരാണ്, ഈ അഭിപ്രായത്തിനോട് ഉമ്മ എതിരാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും എപ്പോൾ സംഘട്ടനത്തിലാണെന്ന് ഈ കുട്ടി വിശദീകരിച്ചു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൊണ്ട് ഒന്നാമത്തെ ബാധ്യത മഅരിഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് ആദ്യമായി അറിഞ്ഞിരിക്കണം. ഇവിടെ ഇൽമുൻ അനിർ റസൂൽ എന്നല്ല പറഞ്ഞത്, മഅരിഫത്ത് എന്നാണ്. മഅരിഫത്ത് എന്ന വാക്കിന് സാങ്കേതികമായ പ്രത്യേക വ്യാഖ്യാനമുണ്ട്. എന്താണ്? ഒരു സംഗതിയെപ്പറ്റി വിശദമായുള്ള അറിവാണ് മഅരിഫത്ത്. അറിയാവുന്നിടത്തോളം വിശദീകരിച്ചു കൊണ്ടുള്ള അറിവ്. ഒരാൾ എങ്ങനെയൊക്കെ വഴി പോകുന്നു, ആ കാണുന്നത് എന്താണ് കെട്ടിടം, അതൊരു പള്ളിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു ജനറൽ അറിവാണ്, മഅരിഫത്തായിട്ടില്ല. ഏത് കാലത്ത് സ്ഥാപിച്ചു, ആരാണ് ഇതിൻ്റെ സംഘാടകന്മാർ, എന്താണ് ഈ പള്ളിയുടെ ആശയം, എന്താണ് ഉദ്ദേശം, എന്തൊക്കെ നടക്കുന്നു എന്ന് തുടങ്ങി വിശദീകരണം പറഞ്ഞാൽ അതിനെപ്പറ്റി മഅരിഫത്ത്. രണ്ടാമത്തെ കാര്യം, മഅരിഫത്ത് ലഭിച്ചുകൂടേണ്ടത് ഉള്ളാരുള്ളതുപോലെ ആയിരിക്കണം. കളവുകളോ അല്ലെങ്കിൽ വ്യാജമോ അതിലേക്ക് കൂടിച്ചേരാത്ത രീതിയിൽ അതിൻ്റെ തനിമ സത്യമായിരിക്കണം. അപ്പോൾ തേക്ക് മരം കണ്ടിട്ട് മുരിക്കാണ് എന്ന് പറഞ്ഞാൽ അത് കളവാണ്. സുന്നിപ്പള്ളി കണ്ടിട്ട് മുജാഹിദ് പള്ളിയാന്ന് പറഞ്ഞാൽ കളവാണ്, അല്ലേ? ഉള്ളാരുള്ളത് പോലെ ആയിരിക്കണം. മൂന്നാമത്തേത്, അതിനെപ്പറ്റിയുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. ആരുടെ മുമ്പിലെങ്കിലും സമർത്ഥിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? അതിന് തെളിവുണ്ടായിരിക്കണം. ഈ 3 കാര്യം ഒരുമിച്ച് കൂടിയാൽ മാത്രമേ അറഫ്തുഹു, ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞു, ഞാൻ മഅരിഫത്തുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എത്ര കാലം വേണ്ടി വരുന്നു ആലോചിക്കണേ. അപ്പോൾ ഒന്നാമത്തെ ബാധ്യത മഅരിഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉള്ളതുപോലെ ഇരിക്കട്ടെ, തങ്ങളെ പറ്റിയുള്ള വിസ്തരിച്ചുള്ള, അഥവാ ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടെടുത്തോളം, അതല്ലേ തക്ലീഫുള്ളൂ. കഴിവിൽപ്പെടാത്തതിന് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. കഴിവിന് അതീതമായ കാര്യം അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. പക്ഷേ തങ്ങളെപ്പറ്റി വിശദമായിട്ട് എല്ലാവർക്കും അറിയാൻ കഴിയോ? فكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. ദുനിയാവിൻ്റെ ആർഭാടങ്ങളിലും അതിൻ്റെ സുഖങ്ങളിലുമായി രാവും പകലും കഴിഞ്ഞുകൂടുന്ന ലയിച്ചു ചേർന്നൊരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിസ്തരിച്ചുകൊണ്ട് സവിസ്തമായി പഠിക്കാൻ, ഉൾക്കൊള്ളാൻ ആർക്കാണ് കഴിയുക? فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم صلى الله عليه وسلم. ഒരാൾക്ക് മൊത്തമായി പറഞ്ഞാൽ പറയാൻ കഴിയുന്ന അവൻ്റെ ഇൽമിൻ്റെ പരമാവധി എന്ത് പറയും? അന്നഹു ബശർ, തങ്ങൾ ബശറാണ് എന്ന് പറഞ്ഞാൽ ഇലാഹല്ല. ഇലാഹാകുമോ? പടക്കപ്പെട്ട ആൾ ഇലാഹാകില്ല.
ഇലാഹിന്റെ യോഗ്യത എന്താ? ലം യലിദ് വലം യൂലദ്. ബശറാണ്. അതോടൊപ്പം തന്നെ ജിന്നല്ല, മലക്കുമല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽപ്പെട്ട ബശർ അല്ലേ? ആദം അലൈഹിസ്സലാമിന്റെ 51ാമത്തെ പേരക്കുട്ടി. ആദം അലൈഹിസ്സലാം 1ാമത്തെ പിതാവായിട്ട് മകൻ 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 ഇങ്ങനെ എണ്ണിക്കാൻ 51ാമത്തെ പേരക്കുട്ടിയായിട്ട് വരും. ആദം നബിക്കമ്പത്തൊന്നാം മകനായി അബ്ദുള്ള എന്നോർക്ക് ആമീന പെറ്റോവർ. ബശറാണ്. പക്ഷേ ബഷർ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നബിയുടെ വ്യക്തിത്വമായോ ആവില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും അതിനെതിരായ വിശ്വാസവും തമ്മിൽ ഇവിടെ വെച്ച് രണ്ടായി പിരിയുന്നു. ബഷർ അതൊരു മനുഷ്യനല്ലേ, മനുഷ്യൻ തന്നെ. പക്ഷെ എന്താ? സയ്യിദുനാ മുഹമ്മദും ബഷർ ലാ കൽ ബഷർ ബൽ ഹുവ യാഖൂതും ബൈനൽ ഹജർ. ചരൽക്കല്ലും ജില്ലിക്കല്ലും ഒരു ഭാഗത്ത് ഗ്രാമിന് ആയിരക്കണക്കിന് രൂപ അനുവദിക്കാൻ കഴിയാത്ത രത്നക്കല്ലുകളും ഒരുപോലെയാണോ? ഉദാഹരണത്തിന് പറയുകയാണ്, ഇന്ന് അച്ചടിച്ച പല ദിക്റിന്റെ കിതാബുകളിലും ലാ കൽ ബഷർ എന്നത് ലാ കട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധ വന്നിട്ടുണ്ടോ? എല്ലാ വിഷയത്തിലും ഉസ്താദ് വിമർശിക്കും, എല്ലാ കാര്യത്തിലും ഉസ്താദ് എന്താ വിമർശിക്കും എന്ന് പറയുന്നതിന്റെ കള്ളി മുഹമ്മദും ബഷറും കൽ ബഷരി എന്ന് പറഞ്ഞാൽ എന്താ ഈ അർത്ഥം പറഞ്ഞ? നിങ്ങളെ സാധാരണരാണ്. ലാ കെട്ടിട്ടുണ്ട് വലത്തിരിക്കുന്നു. അവർ അതിന് ചില കിതാബിൽ നമ്മ എത്രയോ ലാ കൂട്ടിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദും ബഷർ ലാ കൽ ബഷർ, സാധാരണ മനുഷ്യനെ പോലെയല്ല അല്ലേ? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മന്ദിരത്തിന്റെ കാനൂന് പ്രകാരം പറഞ്ഞാൽ എന്താ? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. ആ തഅരീഫിന്റെ ജിൻസാണ് അല്ലേ? ജിൻസും അതിൻ്റെ കൂടെ ഫസലും കൂട്ടണം. അതിന് വേർതിരിക്കുന്ന പ്രത്യേകമായ ഒരു കാര്യത്തിനെ ഫസൽ എന്ന് പറയാം. അതൊന്നും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളില്ല. പക്ഷേ വലിയ വലിയ കിതാബുന്ന ആലിമ്യങ്ങളുണ്ടല്ലോ ഇവിടെ. അതിൻ്റെ ഫസൽ എന്താ? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ പടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഏത് കാലം വരെ തുറന്നു പോകും, ഇൻസുകളായും ജിന്നുകളായും മലക്കുകളായും എന്തെല്ലാം ചരാചരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമിൽ ഏതെല്ലാം സൃഷ്ടികൾ ഉണ്ട് എന്നുള്ള പട്ടികയിൽ എടുത്തു നോക്കിയാൽ അതിൽ നിന്നെല്ലാം എല്ലാ വിധത്തിലും അല്ലാഹു തആല എല്ലാ വിധേനയും ഖൈറിന് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉത്തമരായ ഏക ഒരു സൃഷ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ? മൊത്തത്തിലൂടെ അറിയുക. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ. പക്ഷേ ഇതുകൊണ്ടായിട്ടില്ല. 63 കൊല്ലം ഈ ലോകത്തൊക്കെ ജീവിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആ ജീവിച്ച ദിവസങ്ങളെ 360 കൊണ്ട് കുടിച്ചാൽ എത്ര ദിവസം കിട്ടും? 63 കൊല്ലം 360 ഡേറ്റ് കൂട്ടിയാൽ എത്ര കിട്ടും? അത്രയും അഥവാ കാലം ഒരു മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൽ കഴിഞ്ഞ സംഭവങ്ങളും പഠിക്കാൻ ഒരുങ്ങിയാൽ 63 കൊല്ലം പഠന വിധേയമാക്കേണ്ടി വരുന്നു. അറിയോ? നമുക്കെന്തറിഞ്ഞ് തങ്ങളുടെ മതഹ് പറയുന്ന ബൈത്തുകൾ എടുത്തു നോക്ക്. 150 വരി ബൈത്തിൽ കൊടുക്കുന്ന മതഹകൾ കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്ന് അവസരോചിതമായി പാടിയ പാട്ട് 34 തഹ്മീസോടുകൂടി ഉണ്ടാക്കിയത്. പക്ഷെ അതുകൊണ്ട് തീർന്നോ? തീരൂല. 160 ചെല്ലാനം വരികളോടുകൂടി ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു അല്ലേ അമിൻ തദക്കുരി ജീറാനിൻ ബിദീ സലമൈ കൊണ്ട് തുടങ്ങിയിട്ട് എന്താക്കി? സമാപിച്ചു. അതിൻ്റെ അപ്പുറം എല്ലാം വെച്ച് കെട്ടാം.
അത് ബുർദയിലില്ല. എല്ലാവരും പാടുന്നുണ്ട്, നമുക്ക് പാടില്ല, വെച്ച് കെട്ടുവാങ്ങില്ല. അത് ഒരു കസീദ. 2500ഓളം കസീദ വരെയടങ്ങുന്ന വ്യക്തിയുടെ പേര് 20,000 വരികളുണ്ടാക്കിയ മജ്മുഅത്തുൻ നബ്ഹാനിയ, ലക്ഷത്തോളം വരികൾ വരുന്ന പദ്യസമാഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കാം. പോട്ടെ, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, ചെറിയൊരായത്തല്ലേ, വഇന്നക ലഅലാ ഏതാണ്ട് 5-8 കലിമത്തടങ്ങുന്ന ഒരായത്താണ് വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. അതിൻ്റെ മാത്രം വ്യാഖ്യാനം പറയാൻ 12 മുജല്ലദ് വരുന്ന കിതാബുണ്ട്, നമ്മളെ വരിയിലുണ്ട്. 12 മുജല്ലദ്. ആ 12 മുജല്ലദ് വായിച്ചാൽ തങ്ങളെല്ലായ വഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന ഒരൊറ്റ ആയത്ത് മാത്രം അത് അതിൻ്റെ വ്യാഖ്യാനം. ആലോചിക്കട്ടെ, എവിടെ എത്തും? എന്നിട്ടാണ് അവർ സാധാരണ മനുഷ്യനാക്കി. ചുരുക്കത്തിൽ പറയട്ടെ, അപ്പോൾ വിശദമായി അറിയണം, ഉള്ളാലുള്ളതുപോലെ അറിയണം, യാഥാർത്ഥ്യത്തോടു കൂടി അറിയണം. അതോടൊപ്പം അതിനുള്ള ബയ്യിനത്ത്, തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാകണം. ചിലപ്പോൾ അഖലിയായ തെളിവായിരിക്കും, ചിലപ്പോൾ നഖലിയായ തെളിവായിരിക്കും. തങ്ങൾക്കുള്ള ഓരോ സ്ഥാനത്തിനുമുള്ളത്. അപ്പം മഅരിഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുണ്ടണം. രണ്ടാമത്തത്, ആ മഅരിഫത്തിനാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള ബുദ്ധിയും സലീമായ അഖലും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറെ നിൽക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമാണ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് എന്ന് ബോധ്യപ്പെടും. ആ പദവി എന്താണ്? റിസാലത്തിൻ്റെ പദവി. റിസാലത്തിൻ്റെ പദവി എന്ന് പറഞ്ഞാൽ എന്താ? മൗജൂദായ, അതായത് മഖ്ലൂഖായ ഒരു സാധനം, ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് റിസാലത്തിൻ്റെ പദവി. അതിനപ്പുറം പദവിയില്ല. മൗജൂദായ ഒരു സാധനത്തിന് ഏറ്റവും ഉന്നതമായ പദവി ഏതാ? ഉലൂഹിയ്യത്ത്. ആ ഉലൂഹിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം, അല്ലേ? മഖ്ലൂഖും മൗജൂദും രണ്ടും രണ്ടാണ്, മനസ്സിലാക്കണം. മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ പടക്കപ്പെട്ട സാധനമേ പെടുള്ളൂ, അല്ലാഹ് പെടൂല അതിൽ. മൗജൂദ് എന്ന് പറഞ്ഞതിൽ അല്ലാഹ് ഉൾപ്പെടും. അതാണ് ഞാൻ വ്യത്യസ്ത പറഞ്ഞത്. റിസാലത്ത് എന്ന പദവി, എന്ത് റിസാലത്ത്? റിസാലത്തുല്ലാഹി റസൂലുള്ളാഹി എന്ന പദവി കൊടുക്കുന്നത്. അതാർക്കേ കിട്ടുള്ളൂ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എണ്ണിത്തീർക്കാവുന്ന പരിമിതമായ അതതുകൾ, ഏറി പറഞ്ഞ 313 പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം തോന്നുന്നു അതിന് പ്രത്യേകമായ യോഗ്യത വേണമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ എണ്ണി പറഞ്ഞാതല്ലാതെ ബാക്കി വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം നോക്കിയിട്ട് പറയാം. അത് താരിഖ് പറഞ്ഞതുപോലെ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തേ ഇരിക്കട്ടെ. അപ്പോൾ മനസ്സിലാകും ഇത് ആരാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുള്ള ബയ്യിനത്തുകൾ ധാരാളം. അപ്പോൾ തങ്ങളുടെ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? തങ്ങളെ കൊണ്ടുള്ള ഈമാൻ. അൽ ഈമാനു ബിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടായ അന്ന് ചോദിക്കും, ഈമാനല്ലേ ആദ്യം പറയേണ്ട ഉസ്താദേ? ഒരറിയപ്പെടാത്ത സാധനത്തിനെ പറ്റി യെസ് ഓർ നോ എങ്ങനെയാണ് വിധി കൽപ്പിക്കുക? കഴിയൂല. ബുദ്ധിപരമായിട്ട് വിധി കൽപ്പിക്കാൻ കഴിയൂല. ഈ സാധനം എന്താണെന്ന് അറിയാത്ത കാലത്തോളം ഇതാകുന്നത് എന്ന് മുബ്തദ പറഞ്ഞിട്ടൊരു ഖബർ കെട്ടാൻ സാധിക്കൂല. യഥാർത്ഥത്തോടു കൂടി കെട്ടാൻ കഴിയൂല. കഴിയോ? അറിയപ്പെടാത്തൊരു സാധനത്തെ പറ്റി യെസ് അല്ലെങ്കിൽ നോ, ആയിരുന്നു അല്ല എന്ന് പറയാൻ കഴിയൂല. അപ്പോൾ ഈമാനിൻ്റെ മുമ്പ് ഉണ്ടാവേണ്ടത് എന്താണ്? മഅരിഫത്ത് ഉണ്ടാക്കണം. ഒന്നും ചോദിക്കില്ലാത്താക്കി മഅരിഫത്ത് കിട്ടൂലേ? കിട്ടൂല. കിട്ടൂ. ഇങ്ങനെ കിട്ടുമോ? മറ്റൊരാൾ പറയുന്നതിന് അംഗീകരിച്ച് തഖ്ലീദ് മാത്രം. തഖ്ലീദ് കബൽ കൊണ്ട് ഞാൻ ചോദിക്കില്ലേ, നീ എന്താണ് പറയുന്നത്, ഈ വ്യക്തിയെക്കുറിച്ച് എന്ത് പറയുന്നോന്നും മുങ്കർ നക്കീർ ചോദിക്കുമെന്ന് ഹദീസില്ലേ, അല്ലേ? ആരല്ലോ പറയുന്ന കാട്ടതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അറിവില്ലാതെ കണ്ട് തഖ്ലീദോടുകൂടി എന്താക്കി റസൂലാന്ന് പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്ത് അംഗീകരിക്കുമോ? കിട്ടും അടി. അല്ല, അതാ റസൂലുള്ളാഹി
അള്ളാഹു റസൂലാണ്. ജാഅനാ ബിൽ ഹഖ്, കണ്ടാ, ഹക്കുമായി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന അറിവോടുകൂടി പറഞ്ഞാലേ അത് തഹ്ഖീഖാവുകയുള്ളൂ. അല്ലെങ്കിൽ തഖ്ലീദ് എന്ന് അതിന് പേര് പറയുന്നത്. പോലും 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 അങ്ങനെ കേട്ടതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈസാ നബി അള്ളാന്റെ മോനാന്ന് പറയുന്ന അർത്ഥമുണ്ട്. എത്രയോ ലക്ഷങ്ങൾ ആളുണ്ട് അത് വിശ്വസിക്കുന്നത്. നാം കേൾക്കുന്നുണ്ട്. പറ്റില്ലല്ലോ. അതാണ് വസ്തുതയ്ക്ക് എതിരാകുന്നത്. കുറേ ആളൊരു സംഗതി പറഞ്ഞതുകൊണ്ട് അത് വിശ്വാസയോഗമാകണമെന്നില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു, അൽ ഈമാനു ബിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? അത് അഖീദ കിതാബിൽ പറയും. തുഅ്മിന ബില്ലാഹി വമലായികതിഹി എന്ന് എണ്ണൂല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വരുമ്പോൾ അള്ളാഹു തആല അവർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയും അത് ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അമറാണ്, അള്ളാഹുവിൻ്റെ നഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വരും. അങ്ങനെ വരുമ്പോൾ അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കലും വിരോധിച്ച കാര്യങ്ങളെ വർജിക്കുകയും മിനിമം തക്കവ. അപ്പം ഈമാൻ കിട്ടി, മിനിമം തക്കവയും കിട്ടി. എന്നാൽ തന്നെ നജാത്തിനാവശ്യമായത് വന്നു നോക്കാം അല്ലേ. ഇപ്പം മൂന്നെന്താ? ത്വാഅത്ത് അഥവാ അമ്രിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടലും വിരോധിച്ച കാര്യങ്ങൾ വർജിക്കലുമാണെന്നും. നാലാമത്തതോ ഇത്തിബാ. എന്താണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ? ഈ നിർബന്ധമായി കൽപ്പിച്ച കാര്യം അതുപോലെ വിരോധിച്ച കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന് പുറമെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഹബീബിന് ഇത്തിബാ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നടത്തത്തിലാവട്ടെ, യുദ്ധത്തിലാവട്ടെ, തിന്നലിലാവട്ടെ, ഇബാദത്തിലാവട്ടെ, ആദാത്തിലാവട്ടെ, എല്ലാത്തിലും ഇത്തിബാ ഉണ്ട്. അതുകൊണ്ടാണ് എന്താക്കിയത്? അള്ളാഹ് മനുഷ്യനെ തന്നെ റസൂലാക്കിയത്. മനുഷ്യനിക്ക് മലക്കിനെ റസൂലാക്കിയ ആഴ്ചയിൽ എന്താ ഉണ്ടാകല്? ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ടുവച്ചു, തിന്ന. മലായിക്കത്തെ പറഞ്ഞ് നമുക്ക് തിന്നലില്ല. തിന്നാത്ത സാധനത്തിന് ഇങ്ങനെ ഓർ അറിവ് പഠിപ്പിക്കുക. എങ്ങനെ തിന്നണം, എവിടെ തിന്നണം, ഏത് രീതിയിൽ തിന്നണം എന്ന് മലായിക്കത്തിന് പറഞ്ഞുതരാൻ കഴിയൂല. ഇവിടെ വെച്ച് നമുക്ക് ബിരിയാന്ന് പറയും. തണ്ടാസിലേക്ക് പോകേണ്ട മര്യാദ മലക്ക് പറയും നമുക്കിതില്ല. മൂത്രിക്കലുമില്ല, കാഷ്ടിക്കലുമില്ല, ഒന്നുമില്ല. അവിടെ പറഞ്ഞുതരാൻ കഴിയൂല. വൈവാഹിക ജീവിതത്തിൻ്റെ മേഖല എത്തിയപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിക്കലില്ല എന്ന് പറയും. എല്ലാ ഫീൽഡിലും എന്താക്കാൻ കഴിയില്ല, മാതൃക കാണിക്കാൻ കഴിയില്ല. ഏറി പറഞ്ഞാൽ തസ്ബീഹോ തഹ്ലീലോ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു തീർന്നു. അപ്പോൾ ആ ഇത്തിബാ, ഈ ഇത്തിബായിൽ കൂടിയാണ് മനുഷ്യൻ ആരാകുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി ബാക്കി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ അവരോട് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരർത്ഥം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എനിക്കെന്താ കിട്ടേണ്ടതോ? എനിക്ക് അള്ളാഹിൻ്റെ ഗുരുത്വം, എൻ്റെ സ്നേഹം കിട്ടണം. അതാ. എന്നാൽ വെറുതെ എന്നാൽ പോലെ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യണം. ഇത്തിബാ ചെയ്താൽ എന്താകും? യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹു തആല മുഹിബ്ബും ഇവൻ മഹബൂബുമായി കോർത്തിണക്കി. അതിന് ഉപയോഗിച്ച മാർഗം എന്താണ്? നിങ്ങളെ ഇത്തിബാ. മാത്രമല്ല നമുക്ക് പൂർണ്ണമായി ഇത്തിബാ സാധിക്കില്ല. കുറേ പോരായ്മകളും ന്യൂനതകളും ഉണ്ടാകും. ഏതായാലും കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട ഇത്തിബാ എടുത്തപ്പോൾ പോരാത്തതിനെന്താക്കും? വയഗ്ഫിർലക്കും ദുനൂബക്കും, നിങ്ങളെ പക്കന്ന് പറ്റിയ അബദ്ധങ്ങളും പോരായ്മകളും അമ്മ പുറത്തു വരികയും മാപ്പാക്കും. അതിൻ്റെ അപ്പുറം നിങ്ങൾ ചോദിക്കൂല. ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഇത്തിബാ ഇപ്പം തന്നെ മഅരിഫത്ത്, ഈമാൻ, ത്വാഅത്ത്, ഇത്തിബാ. 4. അഞ്ചാമത്തതോ മഹബത്ത് വെക്കണം. മഹബത്തിനൊക്കെ കുറേ വിശദീകരണമുണ്ട്. അതിൻ്റെ കുറേ വിശദീകരണം മൊത്തത്തിൽ ഇജ്മാലനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റന്നാളെ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാം തീയതി ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. റബീഉൽ അവ്വലിൻ്റെ ഒരു
അതിനോടുള്ള ഒരു ഇസ്തിഖ്ബാൽ, ഒരു സ്വാഗതം. ബഹുമാനപ്പെട്ട താരിഖ് ശൈഖ് അവർ പറഞ്ഞതുപോലെ ചെറിയൊരു സംരംഭം, പക്ഷേ ഒറ്റ വാക്കി തിരിയൂല എന്ന് ആദ്യം തന്നെ സമ്മതിക്കുന്നു. 2 or 3 തവണ വായിക്കണം. അതോടൊപ്പം തന്നെ അറിവാക്കന്മാരോട് ചോദിക്കുകയും വേണം. വായിച്ചങ്ങ് നാടകം വായിക്കും പോലെ വായിച്ച് തീർക്കാൻ പറ്റൂല. നമ്മൾ കള്ളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടുന്നാണ് മഹബത്ത് തുടങ്ങുന്നത്? മഹബത്തിനുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം എന്താണ്? എന്തുകൊണ്ടെല്ലാം മഹബത്ത് ഉണ്ടാകും എന്ന് വെച്ചിട്ട് അഖിലിയ ഹിതിമാൽ കംപ്ലീറ്റ് എണ്ണിയിട്ട് ഈ മഹബത്തിൻ്റെ മുഴുവൻ അസ്ബാബുകളും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒത്തുചേർന്നിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ ഒന്ന്, അന്നല്ലെങ്കിൽ മറ്റൊന്ന് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ മഹബത്ത് വെക്കാൻ കഴിയും എന്നതിലേക്കാണ് ഐശ്വര്യക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഫ്രീ ഓഫ് ചാർജായിട്ട് കിട്ടും മജ്ജാനൻ. അതും അല്ലെങ്കിൽ അത് എഴുതിയ അത് അച്ചടിക്കാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട ഒരു പാവപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഹദിയ കൊടുത്താൽ നല്ലത്. കുറേ തങ്ങന്മാർ അതിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊമ്പോലൊക്കെ സാറ്റക്കോയത്തങ്ങളും അവരുടെ സഹോദരൻ കുഞ്ഞിക്കോയത്തങ്ങളും ഉടനടിയായി വെളിച്ചം കണ്ട ഉടനെ ഇങ്ങോട്ട് എത്തിക്കണമെന്ന് പ്രത്യേക വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സാറാത്തികളും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പം എത്രയും 5-മത്തത് മഹബ്ബത്ത്. ആ മഹബ്ബത്തിൻ്റെ മിസാല് ഏത് തരത്തിലുള്ള മഹബ്ബത്ത്? നമ്മൾ പലരെയും പലതുകൊണ്ടും സ്നേഹിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ മഹബ്ബത്തിൻ്റെ പരിധിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവൻ്റെ മാതാപിതാക്കന്മാരെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും ലോകത്ത് ഇവൻ സ്നേഹിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനേക്കാളും, വേറെ റിവായത്തിൽ അവൻ്റെ സ്വന്തം തടിയേക്കാളും ഉപരി എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം ഈമാനിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തൂല എന്ന് പറഞ്ഞത്. തടിയല്ല 2-ാം നമ്പർ, അല്ല 100-ാം നമ്പർ. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പറഞ്ഞു, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി അല്ലതി ബൈന ജംബയ്യ. നബിയേ, എൻ്റെ ഈ ശരീരത്തിനെ കഴിച്ചാൽ തങ്ങളാണ് ഇത് തങ്ങൾ മഹബത്ത്, തങ്ങളോட മഹബത്ത്. ഉമറേ, ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. എന്തായി? തടിക്ക് മുൻതൂക്കം കൊടുത്തിട്ട് ശേഷമേ തങ്ങളുടെ മഹബത്ത് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഉടനെ തിരുത്തി, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ നഫ്സിനേക്കാളും തങ്ങളാണെങ്കിൽ പ്രിയങ്കരമെന്ന്. അപ്പോൾ പറഞ്ഞ ഉടനെ ഒറ്റടിക്ക് വാക്ക് മാറ്റല. ഒറ്റടിക്ക് വാക്ക് മാറ്റിയാൽ അതിൻ്റെ ഹഖീഖത്തുണ്ടാവുമോ? ആവോ? ഒറ്റടിക്ക് വാക്ക് മാറ്റിയതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആരാണ്? ഖലീഫയാകേണ്ടവരാണ്. തങ്ങളുടെ അഭാവത്തിൽ ദീൻ നടത്തേണ്ട ഖലീഫയാണ്, അല്ലേ? 1-ാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ. അവരോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വന്തം തടിയേക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബഹുമാനിച്ച ചരിത്രങ്ങളും സംഭവങ്ങളും കാണാം. ഒരൊറ്റ ആലോചിച്ച് നോക്കിയിട്ടെന്ന് മക്കയിൽ ഗാർ സൗർ എന്ന് പറഞ്ഞ ഒരു ഗുഹയില്ലേ? ഉമറൊക്കെ അജിനൊക്കെ പോയവരൊക്കെ അറിയാം. ഏറ്റവും വലിയ പടുകൂറ്റം മലയാണ്. ഒരു വക ആളുകൾക്കൊന്നും അത് കയറി പറ്റാൻ കഴിയില്ല. അത്ര കുതാകുത്തന്നെ നിൽക്കുന്ന മല, വളരെ ത്യാഗം. നമുക്കൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല. ആ ഗാർ സൗർ ഹിജ്റ പോകുന്ന അവസരത്തിൽ ഗാർ സൗറിലാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം 2-3 ദിവസം ക്യാമ്പടിച്ചത്, അല്ലേ? അർദ്ധരാത്രി യാത്ര ചെയ്യുമ്പോൾ ആ ഗുഹയിലേക്ക്, ആ കുന്നുമലേക്ക്, മലയിലേക്ക്, ആകാശമുട്ടുള്ള മലയിലേക്ക് കയറാൻ വേണ്ടി 2 ആൾ കയറിക്കൊടുക്കുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ക്ഷീണമുണ്ട് എന്ന് ആര് മനസ്സിലാക്കുന്നു? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നബിയെ, അങ്ങനെ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെടുക്കുന്നവരുടെ ചുമലിൽ കയറ്റിയിട്ട് 2 ആൾ എടുത്തിട്ട് കയറി. 51 വയസ്സായിരിക്ക് പ്രായമുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. 53 വയസ്സായിരിക്ക് പ്രായമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അവരാണ് എന്താക്കുന്നത്? ചുമലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും. ആ ത്യാഗം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് തങ്ങൾക്ക് കയറിയിട്ട് ക്ഷീണം പറ്റണ്ടെന്ന് കയറിയിട്ട്
ഗുഹൻ്റെ അകത്ത് എല്ലാ മാളങ്ങളും അടച്ച്, ഗുഹ മാളം അടച്ച് തലയിൽ കെട്ടും, എല്ലാം തെറിയിട്ട് മാളങ്ങളൊക്കെ അടച്ച അവസാനം ഒരു തുള മാത്രം ബാക്കി, അടക്കാൻ സാധനമില്ല. ഇങ്ങനെ നീട്ടി എന്നിട്ട് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിച്ചു. തങ്ങളോട് പറഞ്ഞു, തങ്ങൾ അല്പം ഉറക്കൊഴിഞ്ഞതല്ലേ, എൻ്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് തങ്ങൾ ഉറങ്ങി. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലുമ്മലേക്ക് ഒരു കുത്ത് വരുന്നു, ഭയങ്കരനായൊരു പാമ്പ്. സിദ്ദീഖ് തങ്ങളുടെ കാലിൽ കുത്തി. പെട്ടെന്ന് ഒന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉണർന്നു പോകും എന്ന് പേടിച്ചിട്ട് അങ്ങനെ തന്നെ കാലട വെച്ച് കുത്തി 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 എത്ര കുത്തിയാലും അനന്മാൻ്റെ തവണ കുത്തിയിട്ടും കാല് വലിക്കാതെ ഇങ്ങനെ സഹിച്ചിരിക്കുകയാണ് അല്ലേ. അവസാനം ഓർക്കാപ്പുറത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് ഒരു തുള്ളി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ശരീരത്തിലെത്തിയപ്പോൾ ഉറക്ക് ഞെട്ടി കണ്ണ് തുറന്നു. എന്താ സിദ്ദീഖ്? എന്താ, ആ മാളത്തിൽ പാമ്പുണ്ടായിരുന്നു, ആ പാമ്പ് എന്നെ കുത്തിയിട്ട് മുറിവേറ്റിരിക്കുന്നു, രക്തം ഒഴുകുന്നു, വേദന സഹിക്കാൻ കഴിയാണ്ട് വളരെ ബുദ്ധിമുട്ടിപ്പോയപ്പോൾ ഓർക്കാപ്പുറത്ത് കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ തുള്ളി കിട്ടിപ്പോയതാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പിൻ്റെ കടിയേറ്റ് വിഷം വിട്ട് മരണത്തിൻ്റെ വക്കത്തെത്തുന്ന തരത്തിലുള്ള വിഷം കയറിയിട്ടും തങ്ങളുടെ ഉറക്കത്തിനാണ് കൂടുതൽ സ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദബ് പാലിച്ച ആ അദബ് ലോകത്താരിക്കാൻ സാധിക്കുന്നു. ഒരുപാട് പറയാനുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞും പോകും. പിന്നെ സമയം തെറ്റിപ്പോയി എന്നുകൊണ്ട് എന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കൺട്രോളാക്കുമ്പോൾ പറയാൻ ഒഴുക്ക് കിട്ടാത്തത്. വണ്ടി ഇടക്കിടക്ക് ബ്രേക്ക് കാല് വെക്കുമ്പോൾ വണ്ടി ഓടിക്കണം, ഇങ്ങനെ ആവില്ലേ, അതുപോലെ ആയിപ്പോകും. വണ്ടി ആക്സിഡൻറ്റ് ഇങ്ങനെ ഓടിക്കാൻ കഴിയണ്ടേ. അപ്പോൾ സ്വന്തം തടിയേക്കാൾ ഉപരി ആരായിരിക്കണം? മഹബൂബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബത്തിൻ്റെ പരിധിയില്ല എന്ന് പറഞ്ഞു. അപ്പം എത്ര കാര്യമായി? 5 6 5. ആറാമത്തത് തഅലീം, തങ്ങളോടുള്ള ബഹുമാനാദരവ്. എത്രത്തോളം ബഹുമാനോ ആദരവ് വേണം? അതിന് പരിധിയില്ല. എത്രത്തോളം ആ ബഹുമാനം എപ്രകാരമായിരിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയങ്ങണ്ട. മർഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റൗള ശരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് ഖസീദത്തുൽ ഉമരിയ, നദാക റബ്ബുക ബിൽകുനാ വലിഗൈരികും നാദാഹു ബിൽ അസ്മാഇ മിൻ തശ്രീഹികും. നാദാക റബ്ബുക ബിൽകുനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ അഭിസംബോധനം ചെയ്തത് സ്ഥാനപ്പേര് വിളിച്ചുകൊണ്ടാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിഗൈരികും നാദാഹു ബിൽ അസ്മാ, മറ്റുള്ള പ്രവാചകന്മാരെ, എത്ര ഉന്നതരായ പ്രവാചകന്മാരെയും അള്ളാഹു നേരെ പേരെടുത്ത് വിളിച്ചിരിക്കും. നോക്കാം, തങ്ങളെ കഴിച്ചാൽ ഏറ്റവും വലിയ ഉന്നതരായ പ്രവാചകരായി അലൈഹി വസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം അല്ലേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഏറ്റവും വലിയ തീഷ്ണമായ ഒരു പരീക്ഷണത്തിന് വിധേയരാക്കപ്പെട്ടു. മകനറുക്കാൻ എത്ര കാലം ദ്വാരന്നിട്ട് കിട്ടിയ മോനാണ്. മക്കളില്ലാത്തതുകൊണ്ട് ദ്വാരന്നിട്ട് എത്ര കൊല്ലം കാത്തിരുന്നിട്ടാണ് കിട്ടിയത്. അറുക്കണമെന്ന് അല്ലാഹ് പറയുന്നു. അറുക്കാൻ ഒരുങ്ങി റെഡി, തയ്യാറായി. വനാദൈനാഹു അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിമേ, നിങ്ങൾക്ക് കാണിച്ചു തന്ന സ്വപ്നം നിങ്ങൾ അംഗീകരിച്ചു, അറുക്കാനുള്ള കൽപ്പനയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അറുക്കാൻ ഒരുങ്ങുകയും ചെയ്ത പരീക്ഷണത്തെ നിങ്ങൾ വിജയിച്ചു. പേരെന്താ വിളിച്ചത്? യാ ഇബ്രാഹിം. കണ്ട, യാ നൂഹു, നൂഹൻ അലൈഹിസ്സലാമെ നൂഹ് പേരെടുത്ത് വിളിച്ചു. യാ ഹൂദു, യാ മൂസ, യാ ഈസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ സ്ഥാനം കൊടുക്കുന്ന സമയം. യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി. എൻ്റെ റിസാലത്ത് കൊണ്ടും എൻ്റെ കലാമ് കൊണ്ടും ഞാൻ നിങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു മൂസ എന്ന് പേരെടുത്ത് വിളിച്ചു. കുറേ ഉണ്ട് പറയാൻ. എന്നാൽ ഖുർആൻ അവ്വല് മുതൽ ആഖിർ വരെ ഒന്ന് പരിശോധിച്ച് നോക്കുക. യാ മുഹമ്മദ് എന്ന് കാണുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമോ?
ഒരൊറ്റൊന്ന് കാണിച്ചു തന്നിട്ട്. എന്തിനാണ്? മിൻ തശ്രീഫിക്കും, അല്ലാഹു തആല ആരെങ്കിലും ബഹുമാനിക്കാൻ ബാധ്യതയുണ്ടോ? അല്ലാഹുവിൻ്റെ ഹബീബിനെ ബഹുമാനിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹർ റസൂൽ യാ അയ്യുഹൽ മുദ്ദസിർ യാ അയ്യുഹൽ മുസമ്മിൽ എന്നുള്ള സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആരെ വിളിച്ചത്? അല്ലാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നു ലാ തജ്അലു ദുആ റസൂലി എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയെന്താ? നിങ്ങൾ സാധാരണ ചങ്ങായിമാരെ വിളിക്കുന്നത് പോലെ എൻ്റെ ഹബീബിനെ വിളിച്ചാൽ അപകടമാണ്, വിളിച്ചൂടാ. എന്നിട്ടോ അള്ളാഹ് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ പോലും വിളിച്ചിട്ടില്ല. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹ് പോലെ യാ മുഹമ്മദ് വിളിച്ചിട്ടില്ല, യാ അഹമ്മദ് എന്ന് വിളിച്ചില്ല. സ്ഥാനപ്പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിളിച്ചു. ബഹുമാനത്തിൻ്റെ അർത്ഥം കണ്ട നിങ്ങളൊന്നും? തങ്ങളെ ഹദറത്തിൽ വെച്ച് ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി സംസാരിച്ചു പോയാൽ നിങ്ങൾ അറിയാത്ത ഭാഗത്തിൽ കൂടി നിങ്ങളുടെ അമല് മുഴുവനും പൊളിഞ്ഞുപോയി. നിങ്ങൾ നോമ്പിട്ടിട്ടും കാര്യമില്ല, സ്കരിച്ചിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം പൊളിഞ്ഞുപോയി എന്നല്ലേ പറഞ്ഞത്? ഉച്ചത്തിൽ സംസാരിച്ച വകയിൽ അസ്ഹാബിമാർ അങ്ങനെയായിരുന്നു ബഹുമാനത്തിൽ. അത് ജീവിതകാലത്തും വഫാത്തിന് ശേഷം എല്ലാം ഒരുപോലെ, ഹദറത്തിലായാലും ഗൈബത്തിലായാലും ഒരുപോലെ. അത് വ്യത്യാസമുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നടന്നപ്പോൾ വിദേശികളായ ആൾ രണ്ടാളെന്തോ കുസുകുസ പറയുന്നുണ്ട്. അവരെ വിളിച്ചാൽ പള്ളിയിൽ അത് സംസാരമായി മാറുമെന്ന് കണ്ടപ്പോൾ എന്താ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കയ്യിൽ കല്ലെടുത്തിട്ട് ഒരൊറ്റേറ് തിരിഞ്ഞു നോക്കാൻ വേണ്ടി വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയി. പള്ളിയുടെ പുറത്ത് ബക്കയിൻ്റെ ഭാഗത്തേക്കാണ് കൂട്ടിയിട്ട് പോയത്. നിങ്ങൾ നാട്ടുകാരാ? ഞങ്ങൾ ഇന്ന നാട്ട്. എന്തിനാ അവിടെ വന്നത്? സിയാറത്തിന്. അവിടെ കിടക്കുന്നത് ആരാ നിങ്ങൾക്കറിയാമോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ വിദേശത്ത് നിന്ന് വന്ന ഒരാളല്ലായിരുന്നുവെങ്കിൽ ഇതാ എൻ്റെ വാളിനിരയാക്കി തലയും ഉടലും വേറെയാക്കുന്ന അവർക്ക്. ഇന്നത്തെ കാലെന്താ? അവിടെ ബഹളം 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 ബഹളം. ആ ഹലർത്തിന് യോജിച്ച പരിപാടിയാണ് ഇപ്പോൾ അയാളുകൾ കാട്ടിക്കൂട്ടുന്നത്. നോക്കിയിട്ടൊന്നും അപ്പം അവരും കാട്ടുന്നുണ്ടല്ലോ, നമുക്കും കാട്ടാന്ന്. അതിൽ മാതൃകയില്ല. അല്ലാഹ് പറഞ്ഞ കലാമില മാതൃക. ദാ ശബ്ദം ചുരുക്കണേ, സംസാരിച്ചുകൂടാന്ന് പറഞ്ഞ് ഓർക്കേറിയിട്ടവരെങ്കിൽ നിങ്ങൾക്ക് മാത്രം എത്ര മസാല? അതൊന്നും പറ്റൂല. ലക്ഷങ്ങൾ കാഞ്ഞു ഒന്നും ഉണ്ടാവില്ല. പോട്ടെ, തഅലീം അല്ലേ? എത്രാമത്തെ? 6. 7-മത്തതോ സലാത്ത് ചൊല്ലണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹു തആലയും അല്ലാഹുവിൻ്റെ മുഴുവൻ മലായികത്ത്, മുഴുവൻ നേർന്ന് കിട്ടി. വ മലായികതഹു ഇളാഫത്ത് ചെയ്ത അല്ലാഹുവിൻ്റെ മുഴുവൻ മലായികത്തുകളും യുസല്ലൂന അലൻ നബിയ്യി. അന്നബിയന അലിഫ് ലാം കൊടുത്ത നബി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം അല്ലാഹ് സലാത്ത് ചൊല്ലുന്ന അല്ലാഹ് തസ്ബീഹ് പഠിച്ചിട്ട് സല്ലല്ലാഹു ചൊല്ലുന്ന. അപ്പം അള്ളാഹിനെ കൊള്ള പറയപ്പെട്ട സ്വലാത്തുണ്ട്, മലായിക്കത്തിനെ കൊണ്ട് ചേർക്കപ്പെട്ട സ്വലാത്തുമുണ്ട്. അത് രണ്ടും രണ്ടാണ്. അത് വ്യാഖ്യാനത്തിൽ തന്നെ. എന്നിട്ടെന്ത് പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ചെല്ലാൻ നിങ്ങളെ ബാധ്യതയായി കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. ഇവിടെ നോക്ക്, നമസ്കാരം കൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ചു, സദഖ കൊണ്ട് കൽപ്പിച്ചു, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, അങ്ങനെ പല 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 അമലുകളും കൊണ്ട് കൽപ്പിച്ചില്ലേ അല്ലേ? അവിടെ അല്ലാഹു തആല നിർവഹിക്കുന്ന അമലാണ്, മലായിക്കത്തുകൾ നിർവഹിക്കുന്ന അമലാണ്. ആ അമലിൽ നിങ്ങളും പങ്കെടുക്കണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ജുസിയ അമൽ കാണിച്ചാൽ തങ്ങളെ കാണൂല. സലാത്തിനൊഴികെ, സലാത്തിന് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി എന്ന് പറയുന്നതിന് മുമ്പായിട്ട്
ഈ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മുഴുവൻ മലായിക്കത്തുകളും നിർവഹിക്കുന്ന അമലാകുന്നു എന്ന് മുഖദ്ദിമ പറഞ്ഞുകൊണ്ടാണ് സലാത്തിൻ്റെ കൽപ്പന ഇറക്കുന്നത്. അപ്പോൾ മറ്റുള്ള അമലിനേക്കാൾ എന്തെല്ലോ പ്രത്യേകതകൾ അതിനുണ്ടെന്നൊന്നില്ലേ. സാലിഹായ അമൽ, സാലിഹായ അമൽ എങ്ങനെ തിരിയില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താന്ന്? യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനത്തിന് ശേഷം എന്തെങ്കിലും ഒരു അമ്രോ ഒരു നഹിയോ വന്നാൽ എന്തായിരിക്കും? സ്വാലിഹായ അമലിൽപ്പെട്ട പട്ടിക എന്ന് മനസ്സിലാക്കാനുള്ള ഐഡന്റിറ്റിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ശേഷം പറയും കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് അല്ലാഹു തആല ഫർളാക്കിയിട്ടുണ്ട്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിച്ചതിന് ശേഷം മുഅ്മിനീങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ച അമൽ ഇത് നോമ്പ്. അപ്പൊ നോമ്പ് സ്വാലിഹായ അമലിൽപ്പെട്ട അമലാണെന്ന് മനസ്സിലായി. ഇതുപോലെ സല്ലു അലൈഹി വസല്ലിമു എന്നാണ് യാ അയ്യുഹല്ലദീന ആമനു ശേഷം പറഞ്ഞു, അല്ലേ? സ്വാലിഹായ അമല. ഇനി ഒരു നിരോധം വന്നാലും അങ്ങനെ തന്നെ. നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിനെ ഒഴിവാക്കൽ എന്താണ്? സ്വാലിഹായ അമല. അതിന് ചോദിക്കും ഒഴിവാക്കൽ എന്താണ് അമലുള്ളത് എന്നാ പിന്നെ ചോദ്യം. സൽബിയല്ലേ, അല്ലേ? ഒഴിവാക്കലിന് നെഗറ്റീവല്ലേ വരുന്നത്. അതിനോട് ജമ്മുൽ ജാമയും പറയുന്നത് അവിടെ എന്തുണ്ട്? നമ്മൾ ശരീരത്തിൻ്റെ ഇച്ഛകളും താല്പര്യങ്ങളും കൺട്രോൾ ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന അമൽ അത് നടക്കുന്നുണ്ടെന്നാണ്. ഒഴിക്കലിനെ അത് ഫെയിലാക്കി മറിക്കണം. എന്തുകൊണ്ടാ ചോദ്യം? നെഗറ്റീവ് കൊണ്ട് കൽപ്പിക്കാൻ കഴിയൂല. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ കൺട്രോൾ ചെയ്യണം. ലില്ലാഹി തആല പിന്മാറണം. അപ്പൊ ഫെയിലായില്ലേ? ആയില്ലേ? അതാ സ്വലാത്ത്. എത്രത്തോളം ആകാം? അവന് ഫർളാക്കപ്പെട്ട അമല് ചെയ്യൽ അത് മറ്റൊരു ബാധ്യത. കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു അമല് കൊണ്ട് 100% മെനക്കെടാൻ പറ്റുന്ന അമൽ എന്തായിരിക്കും? സ്വലാത്ത്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ചോദിച്ചു, കമ്മ ജഅലക സലാത്ത്, എന്താ ഞാൻ പല കാര്യങ്ങൾക്കും ദ്വാരക്കലും പലതും ചെല്ലും പടക്കുണ്ട്, അതുകൊണ്ട് ആ സ്വലാത്തിനെ അതിൽ കൂട്ടണം. എത്ര കൂട്ടണം നബിയെ? മസലൻ 1 മണിക്കൂറാണ് ഔറാദും ദിക്റുമായിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ എന്താ എത്ര കൂട്ടാം? ആദ്യം ചോദിച്ചു 4-1 ആയിക്കോട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് 1 മണിക്കൂറാണെങ്കിൽ 15 മിനിറ്റ് സലാത്ത് ഇല്ല, പിന്നെ 45 മിനിറ്റ് മറ്റ് അമലുകൾ ചെയ്യാം, മതി. പക്ഷേ വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണം, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണകരമാണ്. എന്നാ നബിയെ എന്നാ 3-1 ആയിക്കോട്ടെ, അല്ലേ? കുറച്ചും കൂടെ കൂടിയില്ല, 20 മിനിറ്റായി. നിങ്ങളെ കേൾക്കുന്നുണ്ടാ? 20 മിനിറ്റ് ആയിക്കോട്ടെ, മതി. വർദ്ധിപ്പിച്ചാൽ എനിക്ക് ഏറ്റവും ഹൈറാണ്. 20 മിനിറ്റ്. പിന്നെ പറഞ്ഞു പകുതിയാക്കിയാലോ, വർദ്ധിപ്പിച്ചിട്ട്. അപ്പം എത്രയായി? 30 മിനിറ്റായി. അത് ഹൈറ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 3-2 ഭാഗമാക്കി, 2/2/3 പിന്നെ ആക്കി 3/4, അവസാനം ഹൈറുള്ളക്ക മണിക്കൂർ മുഴുവനും ആക്കിയാലോ ഹൈറാണ്. എന്നാ പിന്നെന്താക്കുക? മറ്റല്ലോ ഈ ബാക്കിയിട്ട് സലാത്ത് മാത്രം ആയിക്കോട്ടെ. അങ്ങനെയാ ഹമ്മക്ക, നിന്റെ മനക്ലേശവും നിന്റെ മനസ്സിലുള്ള കാര്യമെല്ലാം അള്ളാഹു ഏറ്റെടുത്ത് മതിയാക്കി ബാക്കി ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചിട്ടില്ലെങ്കിൽ അന്ന് തരൂ. മൻഷഹുദിക്കിരി എന്താ പറഞ്ഞത്? ചോദിച്ചവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ദിക്റും സലാത്തും കൊണ്ട് ഏർപ്പെട്ടിട്ട് ചോദ്യം വിട്ടുകളഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? കിട്ടും. അതിയാ കിട്ടില്ലേ? അപ്പം എത്ര കാര്യമായി? ചുരുക്കത്തിൽ പറയുന്നു. ഓരോന്ന് വിശദീകരിച്ച കൊല്ലങ്ങളോടും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് കിട്ടുമെങ്കിൽ പറയാം. എണ്ണായത് 8-ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഇങ്ങോട്ട് അയക്കുകയും തങ്ങൾ അഹോരാത്രം പരിശ്രമിച്ച് ഇവിടെ ചെയ്ത പണി എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമാക്കി സജീവമാക്കലാണ്. അതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ത്യാഗം വരിച്ചാലും ഓക്കെ.
എല്ലാം എനിക്ക് സ്വാഗതമാണ്, അല്ലേ തങ്ങൾ പറഞ്ഞെടുത്ത്? അങ്ങനെയുള്ള ദീന് നമ്മളെ കൺമുമ്പിൽ വെച്ച് വാടിത്തളരുന്ന അവസരത്തിൽ, അതിന് കോട്ടം വരുന്ന അവസരത്തിൽ ഒരാൾക്ക് സഹിക്കാൻ കഴിയുമോ? അപ്പോൾ ആ ദീന് ഏതവസരത്തിലും പച്ച പിടിച്ചതായി അത് വളർത്തിയും ഉന്നതിയിലേക്കായിത്തീരാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം ശ്രമങ്ങൾ ചെയ്യണമോ, വാക്കാലോ പ്രവർത്തനത്തിനാലോ സമ്പത്തിനാലോ നമ്മളാൽ കഴിയുന്ന ഖിദ്മത്ത് ചെയ്തിരിക്കണം. തങ്ങൾ കൊണ്ടുവന്ന ദീനിൻ്റെ കോട്ടം വരാൻ പാടില്ല. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് അത് ബദറിൻ്റെ ക്രമപ്രകാരം നേരിടണം. ചിലപ്പോൾ വാക്കാൽ നേരിടലാകാം, അല്ലേ? ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് നേരിടലാകാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈ പള്ളി തങ്ങളുടെ ദീനിനെ വളർത്താനുള്ള ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയത് ഏറ്റവും വലിയ ഒരു അലീമായ തവക്കുലിൻ്റെ മേലാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് നിൽക്കുന്നത്. അറിയോ? അത് അറിയാത്ത തിരിയില്ല. എന്തുകൊണ്ട്? ഞാൻ പൊതുലാജിയാണ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഗൾഫിലേക്ക് പോയത്. വരുന്ന ആൾ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, നിങ്ങൾ ആരും സഹകരിക്കരുതെന്ന് ഇവിടുന്ന് ഓർഡർ പോയി. എല്ലാ മാർഗങ്ങളും അടച്ചു കളഞ്ഞു. ഇതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവസാനം ബദരീകളെ മുൻനിർത്തിക്കൊണ്ട് കണ്ണുനീരൊടുക്കിയിട്ട് ഒരൊറ്റ പ്രാർത്ഥനക്കാണ് ഈ സ്ഥലം വാങ്ങേണ്ട കാശ് മറ്റു വഴിക്ക് കിട്ടിയത്. ആ കണ്ണുനീര് കൊണ്ട് നട്ട് നിലച്ചതാണ് ഇതിൻ്റെ അടിത്തറ. അറിയോ? ഇപ്പൊ സാമ്പത്തികമായ സ്രോതസ് കാണുന്നില്ല എന്നുകൊണ്ട് 3 തൊട്ട് പൊന്തുന്നെങ്ങനെ ചെലവ് നടക്കുന്നെങ്ങനെയാ? ഒമഞ്ഞത്തവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു. എൻ്റെ അടിയിൽ വലിയ തവക്കിൽ നടക്കുന്നുണ്ട്. ആരടച്ചു എന്ന് അതൊന്നും ഇപ്പം വിശദീകരിക്കുന്നില്ല, അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുമില്ല. അതങ്ങനെ നടക്കട്ടെ. ആരും ഇതിനോട് സഹകരിക്കരുത് എന്നിവിടെ കൃത്യമായ ഓർഡർ പോയതാ. എന്നാ സഹകരിച്ചില്ല എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നാ പറ. ഞാൻ പറഞ്ഞു വരുന്നതാ, ഒമഞ്ഞത്തവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു. അതിനെ പ്രതി തന്നെ അതിന് മുമ്പ് നമ്മൾ ഇതുപോലത്തെ പ്രസംഗ പരിപാടിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുണ്ടായിരുന്നല്ല. പക്ഷെ അള്ളാഹുത്താല കണക്കാക്കി എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത്ര വലിയ പൊക്കമുള്ള പള്ളി തലപ്പറമ്പിലുണ്ടാവും. എപ്പോഴും സജീവമായ പള്ളി വേറെ ഉണ്ടോ? ഇതുപോലെ ദീനിന് വേണ്ടുന്ന, അപ്പോൾ അടുക്കടുത്ത് വെച്ച് പറയുകയാണ്, ഇതിന് സ്വന്തമായ ഒരു നിലപാട് ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ഇത് ഖിയാമത്ത് നാൾ വരെ അങ്ങോട്ട് ഉയർന്നു പോകണം. അതിനാൽ സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ ആർക്കാവട്ടെ അവരാൽ കഴിയുന്ന എന്തെങ്കിലും ഖിദ്മത്ത്, അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളെ മനസ്സിൽ ഉറച്ചു വെക്കുകയും അതിനോട് കൂറുണ്ടാക്കാൻ ഈ അവസരത്തിൽ നടത്തുകയാണ്. ആരും സഹായിച്ചിട്ടില്ലേ? ഒമഞ്ഞത്തബക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം റളിയല്ലാഹു അൻഹു ഓതിയ പള്ളിയാണ് പടിഞ്ഞാറങ്ങാടി അറക്കലപ്പള്ളി, അല്ലേ? കുഞ്ഞുമരക്കാർ ഉസ്താദ് അവറുകൾ വലിയ അറിയപ്പെട്ട വലിയ മൂപ്പറ ഷെയ്ഖ് ആ കാലത്ത് പറയാറുണ്ടായിരുന്നു, ഇതുപോലെ സജീവമായ ദർസ് അന്ന് 100 വിദ്യാർത്ഥികളും 4 മുദ്ദരിസന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ സജീവമായ ദർസിന് കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയും ശമ്പളത്തിനും പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടാക്കി വെച്ചാൽ നന്നായിരുന്നോ എന്ന് ഷെയ്ഖ് അവരുടെ ഹയാത്ത് കാലത്ത് പലരും ഉപദേശിച്ചു. ഉപറോനെന്താ ഒന്നും വേണ്ട, അത് അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു, അള്ളാഹു താൻ നടത്തിക്കൊള്ളും. അന്നും ഇന്നും നൂറ്റാണ്ടുകളായി ഇതില്ല, ഒരു വരുമാന മാർഗവുമില്ല. ഇതേപോലെ 3 തട്ട് പള്ളിയുണ്ടെന്ന് തന്നെ, അനവധി വിദ്യാർത്ഥികളുണ്ട്, ആരും പട്ടിണിയായിട്ടില്ല. 1 മാസം കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ എവിടെയും വൈകലില്ല, പോരായ്മ പറയില്ല, അങ്ങനെ നടക്കുകയല്ല. ഉമയ്യത്തവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വഴിമാറിപ്പോയതല്ല. അള്ളാഹുവിൻ്റെ ദീൻ, അതിന് എന്തെല്ലാം ഖിദ്മത്ത്, അതിനെ വെള്ളം നനച്ചുകൊണ്ട് പച്ച പിടിച്ചതാവാൻ വേണ്ടി ഖിദ്മത്ത് എടുക്കാൻ. എത്രയും ഞങ്ങളെ 8 9 എന്താ? തങ്ങളോടൊപ്പം രാവും പകലിലും സഹകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. സ്വന്തം ജീവനേക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും തങ്ങളെ ആദരിച്ചു. അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ട്? മഹാന്മാരായ അസ്ഹാബ് റളിയല്ലാഹു അൻഹു, അസ്വാജു താഹിറാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഖദീജത്തുൽ കുബ്ര. എത്ര വലിയ സമ്പന്നയായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹ. അറബി നാട്ടിൽ അത്ര വലിയ പണവും കോപ്പുള്ള വേറെ ബീബി സ്ത്രീ ഉണ്ടായിട്ടില്ല.
പക്ഷേ ഉള്ളതെല്ലാം അവിടെ പോയി. തങ്ങളെ പൈസൻ്റെ കുറവാണോ? ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. സകല ആഭരണങ്ങളും എല്ലാം മൂല്യം കൊടുത്തു. കണ്ടോ? അങ്ങനെയുള്ള സഹാബിമാര് തങ്ങളെ മദ്ഹ് പറഞ്ഞ ആളുകൾ, ചുരുക്കത്തിൽ പറയാ, തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം സഹകരിച്ച വ്യക്തിത്വങ്ങളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സഹാബിമാരെ കുറവാക്കി കാണാൻ പറ്റില്ല. ഇന്നതിലെല്ലാം വല്ലാതെ അബദ്ധം വന്നിട്ട് പലരും അസഹാബിമാരെ കുറ്റപ്പെടുത്തുക. ഈ കേരളത്തിലെ മലക്കന്മാർ ആ സ്ഥാനം പോലും ഓർക്കില്ല എന്നാ ചിലർ പറയില്ലേ. അതുകൊണ്ട് സ്ഥാനം കുറയോ? അള്ളാഹു തആല ബഹുമാനിച്ചവർ അസ്ഹാബിക്കൻ നുജൂം എന്നല്ലേ പറഞ്ഞു. അപ്പൊ അസ്ഹാബിമാര് താബഈങ്ങൾ ഇതുപോലത്തെ ദീനിന്റെ അയിമ്മത്തുകളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. എന്നങ്ങനെ തങ്ങളോടുള്ള മഹബത്തിന്റെ പുലർച്ചയാവുകയുള്ളൂ. മമ്പദ്ദ ത്വാഹ വലം യർളാ അശായിറഹു ഫഹുവൽ മുദാഹിനു വൽ ആസി ലിറഹ്മാനീന. ഒരാൾ പറയുന്നു, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്, വലിയ മഹബത്താണ്, പക്ഷേ വലം യർളാ, അസ്ഹാബിമാരെ കണ്ടൂടാ. അങ്ങനെ തായ്പത്ത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. റാഫിദിയാക്കൾ എന്ന് പറഞ്ഞ കൂട്ടുണ്ട്, പിന്നെ ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേതുണ്ട്. എല്ലാത്തിൻ്റെയും കൂടി സങ്കരവർഗം മുത്തക്കബീർ ജബ്ബാർ എന്ന അഡ്രസ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടുണ്ട്. അന്ന് വലിച്ചെറിയപ്പെട്ട അനിസ്ലാമിക എന്തൊക്കെയുണ്ട് അതെല്ലാം ഭാര്യക്കൂട്ടിട്ട് പുതിയ ഫോമുല ഉണ്ടാക്കിയതാണ് ഇത് മുത്തക്കബീർ ജബ്ബാർ എന്ന അഡ്രസ്സിൽ ഇറക്കപ്പെടുന്നവർ. അസഹാബരുടെ ദേഷ്യ. അപ്പൊ അവരോടുള്ള താലീം, അവരോടുള്ള ബഹുമാനം തങ്ങളോടുള്ള ബഹുമാനമാണ്. 9 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്ത് എപ്രകാരമായിരിക്കണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട്, പ്ലാൻ വരച്ചിട്ടുണ്ട്. ഒരവസരത്തിൽ പറഞ്ഞു, എന്ത്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ യശുദ്ദു ബഅദഹു ബഅദ. ഒരു മുഅ്മിൻ പരസ്പരം ഒരു കെട്ടിടത്തിൻ്റെ പാർട്സ് പോലെയാണ്, അല്ലേ? ദായി ചവരം നോക്കിയട്ടെ, എവിടെ നിന്നെല്ലാം കൊത്തിക്കൊണ്ടുവന്ന കല്ലുണ്ടാവും, എവിടെ നിന്നൊക്കെയോ കിട്ടിയ മരങ്ങളുണ്ടാവും. ഇത് ഈ കെട്ടിടത്തിൻ്റെ പാർട്സ് അല്ലേ? പക്ഷെ എല്ലാം ഘടിപ്പിച്ചിട്ട് ഒറ്റ ലൈന്, ഒന്നേ ഒന്ന്. അതിൽ വിഭാഗീയതയില്ല, ഒന്നുമില്ല. അത് പരസ്പരം സഹകരിക്കുന്നു. മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, ഒരു ശരീരം പോലെയാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുള്ളു തറച്ചാൽ മുഴുവൻ അംഗങ്ങളും അതിന് വേണ്ടി എന്താക്കും? സഹകരിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ചിലപ്പോൾ ശരീരത്തിൻ്റെ മുഴുവനും ഭാഗത്തും പരിവാദിക്കും, അവൻ ഉറക്കില്ലാണ്ടാകുന്നു. ഇത് ശരീരത്തെ ബാധിക്കുന്ന എല്ലാം അതാ സംഗതി. എന്താ? കാലിന് മുള്ളിറച്ചു. അപ്പോൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് പരസ്പരം ശിഥിലമാവാതെ ഐക്യത്തോടുകൂടി ഒരേ ആദർശത്തിൽ ഒരേ കിബിലയിൽ ഒരൊറ്റ കലിമത്തായിക്കൊണ്ട് ഉണ്ടാവാൻ ഇവിടെ ഉണ്ടായിരിക്കണം. അതെന്താക്കണം? പരസ്പരം സഹായം ചെല്ലണം. ഞങ്ങളത് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. യഥാർത്ഥത്തിലുള്ള മോമിനീങ്ങളാവാത്ത കാലത്തോളം സ്വർഗം നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ സ്വർഗത്തിൽ കയറാനുള്ള ബാധ്യത മോമിനാവരുത്. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം മോമിനാവൂല. സ്വർഗത്തിന് കെട്ടുന്ന വിലയായി കൊടുക്കേണ്ട ഈമാൻ നീ കിട്ടൂല. കണ്ട കൊടുത്തു നോക്കിണ്ടില്ലേ? അഫലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. എന്നാൽ ഏറ്റവും എളുപ്പകരമായി ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ മുടക്കുമുതലില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന സ്നേഹം ഉണ്ടായിക്കൊള്ളു. ഉണ്ടാക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ടിയില്ല. എന്താണ്? അഫ്സുസ്സലാമ ബൈനക്കും. നിങ്ങളിടയിൽ പാരസ്യമായി വ്യക്തമായി സലാം പറയുക. അടുത്ത കാലത്ത് നോക്കട്ടെ, എവിടെയെങ്കിലും സലാമുണ്ടെന്ന് പറഞ്ഞാൽ അപൂർവമായി ചെറിയ 2-3 ഒരു 5% ഉണ്ടായിന്ന് വരും. കണ്ടുമുട്ട ഞാൻ ഒരാളോട് പറഞ്ഞു, ചാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അലൈക്കും അസ്സലാം അങ്ങോട്ട് പകരം തരണോ? സലാം ചെല്ലല്ല ഇത്. അഥവാ വൃത്തിയിൽ അസ്സലാമു അലൈക്കും അല്ലേ? ഒരിക്കലും സമയമായിട്ടില്ല എന്നാ പറഞ്ഞത്. നജീബിന് ഓർമ്മ ഉണ്ടാ?
വ്യക്തമായി സലാം പറഞ്ഞപ്പോൾ സമയമായിട്ടില്ല. ഏത് കിതാബിലാ സലാം പറഞ്ഞാൽ സമയമായിട്ടില്ല എന്ന് മറുപടി കൊടുക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്? എല്ലാം ഒരു കളിയും തമാശയായിട്ട് മാറിയില്ല. തഹാബബത്വം, ഇത് ചെയ്യേണ്ട താമസം നിങ്ങൾ പരസ്പരം മുഹിബ്ബീങ്ങളായി മാറുന്ന പറഞ്ഞത് ഓട്ടോമാറ്റിക്കൽ. ചില കലിമാത്തിന് ചില ആസാറുണ്ട്. എവിടെയോ ഒരു പാത്തുമ്പുണ്ട്, എവിടെയോ ഒരു അഹമ്മദ് കീണ്ട് നിൽക്കും, ഒരു ബന്ധമില്ല. ഈ പാത്തുമ്മാരെ ഉപ്പ പോയിട്ട് മറ്റോൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാക്കുന്ന സൗവജത്തുക്ക എനിക്ക് ഞാൻ എണത്തരാ എൻ്റെ മോളെ തരാന്ന് പറഞ്ഞിട്ട് എന്താക്കുക അയാൾ കാബിൽ 4 അക്ഷരം അല്ലേ, കാബിൽ 4 അക്ഷരം കാഫ് ബാവിലാമത്ത. ഇതോടുകൂടി ഇവനാരായി? ആ പെണ്ണിന് പെരിയുണ്ടാവും, ഇവൻ്റെ ദേഹത്തുണ്ടാവും പൊള്ളലേക്ക്. ഓൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ടാവുന്ന ഇവണ്ട് കരിയുന്നുണ്ടാവും, ഇവനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പുറം കരിയുന്നുണ്ടാവും. ഇവിടെ എന്തുണ്ടായി? കാബിൽ തു എന്ന 4 അക്ഷരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശക്തി ഒന്ന് നോക്കിയട്ടെ. തഹാബബത്തും, നിങ്ങൾ ഒറ്റയായി മാറി, മഹബത്തുള്ളവരായി മാറി. അപ്പൊ അവൾക്ക് നോവേക്കുമ്പോൾ ഇവന്റെ കൽബിനെ നോവ് കണ്ട വേജാർ. ഇത് കണ്ട പെണ്ണ് ഉറക്കം വെച്ചിട്ട് കാത്തു നിൽക്കുന്നു ഇവർക്ക് കൂച്ചു നിൽക്കാൻ. എന്താ പിന്നിലുള്ളത്? മഹബത്ത്. അപ്പൊ ഇസ്ലാം വെച്ച ഓരോരോ പോയിന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പൊ നീട്ടി പറഞ്ഞാൽ എൻ്റെ സമയം വൈകിപ്പോവും. ചിന്തിക്കുന്ന സഹോദരന്മാരെ, അപ്പൊ ഉമ്മത്തിന്റെ ഇടയിൽ പരസ്പര സാഹോദര്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ എല്ലാം ചെയ്തുകൊണ്ടുള്ള തങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. തങ്ങൾ ഉമ്മത്തിന്റെ കാര്യം എന്തായിരിക്കണമെന്ന് വിഭാവനം ചെയ്ത പ്ലാനാണത്. 10 കാര്യമായ ഈ 10 കാര്യം മനസ്സിലാക്കണം, അതെങ്ങനെ നിർവഹിക്കണം, പിന്നെ നിർവഹിക്കുക. 2 ഇൽമും 1 അമലും കൂടി വന്നാൽ അന്ന് ഹക്ക് വിടുന്നത്. അവനിക്കാണ് ഇവര് സാലിഹ്. അത് ഒന്ന് മാത്രം. ചുരുക്കം ഞാൻ പറഞ്ഞില്ലേ, അവൻ അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം ഹക്കുകളുണ്ടോ അതെന്താണെന്നറിയുകയും അതെപ്രകാരം നിർവഹിക്കണമെന്നറിയുകയും നിർവഹിക്കുകയും ചെയ്താൽ മാത്രമേ റജുലുൻ സാലിഹ്, അദ്ദേഹം ഒരു സാലിഹായ വ്യക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. സാലിഹായ വ്യക്തിക്ക് വലിയ സ്ഥാനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞില്ലേ, ബിഅനിസ്സലാമു അലൈക യാ ഹാദൻ നബി ഖദ് ജാ ജവാബു ഇലാഹിഹി തഅലീമ. അല്ലാഹു തആല സ്വാഗതം ചെയ്യുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന്. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞത്? എനിക്ക് സ്വന്തം കിട്ടിയാൽ പോരാ, എനിക്ക് സ്വന്തം കാര്യം സിന്ദാബാദ് പറ്റൂല. എന്നെ അംഗീകരിക്കുന്ന, ഞാൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഹക്കിടപാടുകൾ വീടുന്ന സാലിഹീങ്ങളായ ധാരാളം ആളുണ്ട്. അവർക്കൊക്കെ ഇതേ സലാം അള്ളാഹിൻ്റെ വക്കൽ നിന്ന് കിട്ടിയ, എനിക്ക് കിട്ടിയ ഇതേ സലാമിൻ്റെ ഒരു അംശം ആരി കൊടുക്കണം? ഈ സാലിഹീങ്ങൾക്ക് കൊടുക്കണം. വല ഇബാദില്ലാഹി സ്വാലിഹീൻ കദാക റബ്ബി ഫായിലു. അപ്രകാരം അല്ലാഹു തആല അംഗീകരിച്ചു പ്രവർത്തിച്ചു എന്നവർ. ഈ 10 ഹക്കുകൾ മനസ്സിലാക്കി വെച്ചെന്നെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറയാം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിത്തിരി പറഞ്ഞു എടിപ്പല്ല അതിന് അശറം തക്കാഴ്ച മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഞാൻ 10 മണിക്കാണ് നിർത്തരുത്. തങ്ങളെപ്പറ്റി ആർക്കെങ്കിലും അറിയോ? ബിത്തൗറാത്തി മൂസ നഅ്തുഹു വസിഫാതുഹു വഇൻജീലു ഈസ ബിൽ മദാഹിഹി മുത്രിബു സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. മൂസ അലൈഹിസ്സലാമിൻ്റെ തൗറാത്തിൽ, ഈസാ അലൈഹിസ്സലാമിൻ്റെ ഇൻജീലിൽ അങ്ങനെ തുടങ്ങി മറ്റെല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത സന്ദേശങ്ങളിലെല്ലാം എന്തുണ്ട്? എൻ്റെ വലിയൊരു നേതാവ് ശേഷം വരാൻ പോകുന്നുണ്ട്. അതാണ് ഖാത്തിമുൻ നബിയ്യീൻ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതി വെച്ചായത്തില്ലേ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും വളരെ വ്യക്തമായി ചരിത്രം പ്രതിപാദിക്കപ്പെട്ട, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അതിൽ ഇസ്തിംബാത്ത് ചെയ്യേണ്ടില്ല. യജിദൂനഹു എന്ന് പറഞ്ഞൊരു വാക്കതാ. കുറേ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഇതാണ് തങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി. ആദ്യം ഓതി വെച്ചായത്തില്ലേ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എത്ര അഹ്ലു കിതാബിൻ്റെ നേതാക്കന്മാർ പൂർവ്വകാലത്തെ പ്രവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ തീരൂല.
നിങ്ങളറിയോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 6-ാമത്തെ വയസ്സിൽ ആമിന ബേബി വഫാത്തായി റളിയല്ലാഹു തആല അൻഹ. റളിയല്ലാഹു ഒട്ടും അടിക്കണ്ട, നൂറുകണക്കിന് ദലീലുകൾ അവർ മുഅ്മിനീങ്ങളായിരുന്നു, മുത്തഖീങ്ങളായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കണ്ണൂർ വെച്ച് കേൾക്കാം. ഉസൂലിൻ്റെ ഉലമാക്കൾ, ഫുറൂഇൻ്റെ ഉലമാക്കൾ, മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ, അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും ഇജ്മാ എടുത്ത് നോക്കാം. മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ എല്ലാവരും. ആമിന ബിബി വഫാത്തായി റളിയല്ലാഹു അൻഹ. അവിടെ വെച്ചിട്ട് മദീനയിൽ സന്ദർശനം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന അവസരത്തിൽ അബവായിൽ വെച്ച് വഫാത്തായി. ഉമ്മു ഐമൻ ബറക്കത്ത് ബീബി എന്ന ബീബിയാണ് തങ്ങളെയും കൂട്ടിയിട്ട് ആരിലേക്ക് പോകുന്നത്? അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പയാണ്. പിതാവ് നേരത്തെ വഫാത്തായി പോയി. റജബ് മാസം കല്യാണം നടന്നു, ശഅബാൻ കഴിഞ്ഞ് റമളാൻ മാസം ആരഫാത്തായി? അബ്ദുല്ലാഹി വഫാത്തായി റളിയല്ലാഹു അൻഹു. ഇനിയിപ്പോൾ നോക്കാൻ ആരാണ്? ഉമ്മ ഇവിടുന്ന് പോയി, പിന്നെ ആരുണ്ട്? ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. തദ്ദീതെല്ലാം പഠിക്കൊന്നും വേണ്ട. അബ്ദുൽ മുത്തലിബ് അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട നിരവധി കറാമത്തിൻ്റെ ഉടമയായ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നു എന്ന്. എത്ര കറാമത്ത് നിങ്ങൾക്ക് വേണം? 100 കട്ട പറഞ്ഞോ? 100 പറഞ്ഞുതരാം. എണ്ണുന്നുണ്ട്, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ജാഹിലിയാക്കാലത്ത് ബിംബത്തിനെ ആരാധിച്ചിരുന്നു, കണ്ടുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കുടിച്ചു എന്ന് കിട്ടുമോ? അങ്ങനെ ഇപ്പം നമ്മൾ നാട്ടിൻ്റെ ഓരങ്ങളിൽ എത്ര കള്ളിഷാപ്പുണ്ട്? ആരും കുടിച്ചിട്ടുണ്ട്? മുസ്ലിങ്ങളാരെങ്കിലും? എത്ര അമ്പലങ്ങളുണ്ട്? ദിവസം പറഞ്ഞ അമ്പലം അരുന്നൂറില്ലേ? ആരെങ്കിലും അതിന് ആരാധിക്കാൻ പോയിട്ടുണ്ടോ? ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ചുരുക്കത്തിൽ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കണ്ണ് രോഗമുണ്ടായി, ചെങ്കണ്ണ രോഗം ബാധിച്ചു എന്ന ചരിത്രം പറഞ്ഞിട്ട് ചരിത്രത്തെ അവസാനിപ്പിച്ചിട്ടുണ്ടോ? എന്താ ഈ ചെങ്കണ്ണ ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെങ്കിലും ഉണ്ടോ? പരതി എന്താ സംഭവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഭയങ്കരമായ ചെങ്കണ്ണ് ബാധിച്ചിട്ട് മക്കയിലും പരിസരത്തുമുള്ള കണ്ണ് രോഗത്തിൻ്റെ ചികിത്സ എല്ലാം ചെയ്തിട്ടും ഒരു മാറ്റവും വരാനില്ല. ചിലർ അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാനോട് പറഞ്ഞു, ഉക്കാദ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേക ചന്തയുള്ള സ്ഥലം, അവിടെ യഥാർത്ഥത്തിലുള്ള ഇഞ്ചിയിൽ കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു റാഹിബ് അവിടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞു കൂടുന്നുണ്ട്. അദ്ദേഹം കണ്ണ് രോഗത്തിന് ചികിത്സിക്കാറുണ്ട്, മന്ത്രിച്ചു കൊടുത്ത വലിയ ഷഫിയാണെന്നുണ്ട്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പറയുന്നത്, നമുക്ക് മുഹമ്മദിനെ കൂട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ പോയിക്കൂടെ? ഉപ്പാപ്പ പറഞ്ഞു, ശരി, എനിക്ക് പോകുന്നതിനെന്താ, നമുക്ക് രോഗം മാറാനല്ലേ കൊണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും പിടിച്ചിട്ട് അവിടത്തേക്ക് പോയി. നോക്കുമ്പോൾ ഓലപ്പര അദ്ദേഹം അവിടെ ഉണ്ട്. കാണലോടുകൂടി ഇദ്ദേഹം തൽക്കാലം ഒന്ന് മുങ്ങി, എന്നെ കാണാനില്ല, എവിടെയോ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് നല്ല അലങ്കാരത്തോടുകൂടി സുഗന്ധം തേച്ച് കേമലി ഒരു കിതാബുമായിട്ട് ഇങ്ങനെ വന്നിട്ട് അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാൻ എന്താക്കി? കുറേശ്ശികളെ എന്താ ബാ കയറിയിരിക്കുന്നു, സ്വാഗതം ചെയ്യും. ആദ്യം തന്നെ ഒരു എതിർ, നിങ്ങളെ കണ്ട ഉടനെ ഞാൻ അപ്രത്യക്ഷമായില്ലേ, ഒന്ന് വിഷമമൊന്നും തോന്നരുത്. എന്തിനാണെന്നറിയോ? ഈ കുട്ടിൻ്റെ കൈ പിടിക്കണമെങ്കിൽ ശുദ്ധമായിക്കൊണ്ട് മാത്രമേ തൊടാൻ പാടുള്ളൂ. ആദരവിൻ്റെ ഭാഗമാണ്. എൻ്റെ കയ്യിലുള്ളത് ഇലാഹിയായ കിതാബാണ്, ഇഞ്ചീലിൻ്റെ ഭാഗമാണ്. ഈ കിതാബ് തുറന്നിട്ട് എന്താക്കുന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നു. പിന്നെയോ അബ്ദുൽ മുത്തലിബ് ചോദിക്കും, എന്താ ഇത്? ഇഞ്ചീലിൽ പറയപ്പെട്ട ഔസാഫുകൾ ഈ കുട്ടിയിലുണ്ടോ ഞാൻ പരിശോധിക്കുന്നു. 100% ഒത്തിട്ടുണ്ട്, 100% ഒത്തിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയം പറഞ്ഞു, എന്തിനാ വന്നത്? നിൻ്റെ കണ്ണ് നോക്കി വല്ലാതെ കഴുത്തിട്ടുണ്ട്, ഇവിടെ വന്നാൽ ചികിത്സ കിട്ടുമെന്നുണ്ടാണ്. എന്നാൽ അതിൻ്റെ മരുന്ന് ഈ കുട്ടീൻ്റെ കൈമ തന്നെ ഉണ്ടല്ലോ, നിങ്ങെന്തിനാ വേറെ പോയി? എന്താ മരുന്ന്? എന്താ മരുന്ന് പറഞ്ഞട്ടെ? അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഖാതിമുൻ നബിയനായ നബി വന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തുപ്പ് നീരിന്
അവരുടെ തൊപ്പ് നീരിന് ഔഷധ വീര്യമുണ്ട്, ഇലാഹിയായ ഔഷധ വീര്യമുണ്ട്. പാമ്പ് കടിച്ച സ്ഥലത്ത് തൊട്ട് തേച്ചാൽ വിഷമിറങ്ങും. കണ്ണ് രോഗത്താൽ ബുദ്ധിമുട്ടാക്കിയ കുരുടന്മാർക്ക് അവന് തേച്ച് കൊടുത്താൽ എന്താകും? കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ്. ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ എന്താക്കുന്നറിയോ? പഠിച്ചോനെ ഇതാ അവസാനമായി പറയപ്പെട്ട ഈ നബിയുടെ തുപ്പ് നേര് ആരുടെ കണ്ണിന് എന്താണ് മരുന്നാണ് എന്ന് പറയപ്പെട്ട ആ നബിയുടെ വർക്കത്ത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ചോദിപ്പോയി കൊടുത്തനേന്ന് ഞാൻ ദ്വാരക്കലാണ്. നമ്മുടെ പേര് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യണോ? ആ തുപ്പ് നീരിട്ട് മുഹമ്മദിൻ്റെ കണ്ണി തേച്ച് കൊടുക്കുന്നു. ആ ഹീനിൽ തന്നെ അപ്പം തന്നെ കൂടെ സുഖമായി. ഇതൊക്കെ വെച്ച് നോക്കി. ഇതാണോ സാധാരണ മനുഷ്യൻ? സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് ആയത്തോതു സാധാരണ മനുഷ്യനെ തെളിയിക്കാൻ. എന്തായത്? ഖുർആൻ എന്തിനാ ഇറങ്ങി? തങ്ങളെ ഉയർത്താനോ താഴ്ത്താനോ എന്ന് പറഞ്ഞിട്ടും തങ്ങളെ ഉയർത്താൻ. തങ്ങളുടെ റിസാലത്തിന്റെ തെളിവാണ് ഏത്? വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുൻ തജൂസുൽ അൽഫ അദ്ദ അല്ലേ വതഫൂഖുൽ ബിഹാറ കസ്റത്തും വമദ്ദ. കടലിലുള്ള തിരമാലകളെക്കാളും ഉപരിയാണ് തങ്ങൾക്കുള്ള മുഅ്ജിസാത്ത്. ഈ മുഅ്ജിസാത്തിൽ നിന്നെല്ലാം ഏറ്റവും ഉന്നതമായ മുഅ്ജിസത്ത് ഏതാ? ഖുർആൻ. മറ്റുള്ള മുഅ്ജിസത്ത് എന്തായി? കണ്ടാൾ കണ്ടു, ബാക്കി ചരിത്രമായി മാറി. ഇന്നും ഇതാ തങ്ങളുടെ അള്ളാഹിൻ്റെ റസൂലാണ് എന്നതിൻ്റെ നിങ്ങൾക്കുള്ള തെളിവെന്താന്ന് വെച്ചാൽ ഇതാ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ തങ്ങളുടെ ദിസാലത്തിൻ്റെയും ഉന്നതിയുടെയും സാക്ഷിയാണ് ഇത് ഈ ഖുർആൻ. ഈ ഖുർആൻ എടുത്തിട്ട് തങ്ങളെ താക്കാൻ ഉപയോഗിച്ചാൽ സാക്ഷിനെ കൂറുമാറ്റലല്ല ഈ സംഗതി ഉള്ളത്. വക്കാൻ പറ്റിയ സാധനം താക്കാനുള്ള തെളിവാക്കൽ. ഇത് തന്നെയാണ് ജുനൂനിൻ്റെ പേര്. ഈ പറയുന്ന ജുനൂന ശരിക്കും പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആരാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പേര് തന്നെ അറിയിക്കുന്നതാണെന്നില്ലേ? പേര് മാത്രം എടുത്ത് നോക്കിയട്ടെ. എന്താ പേര്? മുഹമ്മദ്. മഹാമദില്ല. അത് അപ്രകാരം വളച്ചൊടിക്കൽ പാടില്ല എന്ന് മിസ്ബാഹുദ്ദലാം എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെയുണ്ട് തങ്ങളെ നമ്മൾ ഇസ്മായിൽ മൗദിയല്ലേ? തങ്ങളുടെ പേരിന് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്ന വളച്ചൊടി പറ്റിയില്ല, ഹറാമാണ്. അതാ ഞങ്ങൾക്ക് എശലക്കണോ മുലർക്ക? അപ്പോൾ എശലിന് ആണോ പ്രാധാന്യം? തങ്ങളുടെ പേര് ഭേദഗതി എത്തിയിട്ടാണോ എശൽ ഉണ്ടാക്കാൻ? ഭേദഗതി വരുത്താണ്ട് തന്നെ എശലില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരിലൂടെ ഭേദഗതി വന്നോ? മുഹമ്മദ്. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനാണോ സ്ഥാനം? അല്ല, എശലിനാ സ്ഥാനം? ഒരു മുസ്ലിമിനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ നമുക്ക് എശല് വേണം, നിങ്ങൾ പേര് ഭേദഗതി വന്നാൽ തിരക്കുള്ള. ഇവൻ എന്തുമ്പത്തെന്ന പേര് കൊടുക്കുന്നുണ്ട്? ഇവൻ ഏത് കാട്ടിലാന്ന്? നമുക്ക് എശല് വേണം. മിസ്ബാഹുദ്ദലാമിനെ രേഖപ്പെടുത്തിയിട്ട് മുഹമ്മദ് എന്ന പേരിട്ട സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിട്ട് കഴിഞ്ഞാൽ ധാരാളം മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ ക്ലാസ് അമാനിയുടെ ബുർദബൈത്തിൻ്റെ മധ്യയിൽ ബൂസരിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. വ്യാഖ്യാനിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരാൾ പറയുന്നു, എന്നാൽ എൻ്റെ മക്കൾക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് തങ്ങളെ ആദരിച്ചതിൻ്റെ പേരിൽ? എന്താ ആദരവ്? മുഹമ്മദേ എന്ന് വിളിച്ചറിയും, കോലം വിളിച്ചിട്ട് പരസ്പരം വിളിച്ചു കളയും എന്ന പേരിച്ചിരി തങ്ങളുടെ പേരിൻ്റെ ഭേദഗതി വിളിക്കും. പരസ്പരം വിളിക്കുമ്പോൾ മുഹമ്മദേ അമ്മദേ ഇതാ വിളിക്കല്. അത് പറ്റൂല. അതിനെ പേടിച്ചിട്ട് ഞാൻ പേരിട്ടിട്ടില്ല. എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിൻ്റെ പേര് ഇസ്മുൽ ജലാലത്തിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത പേര് പറയുന്നുണ്ടോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി ഇന്നഹു വത്തവ്വാബുർ റഹീം. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ചില കലിമാത്തുകൾ മൂപ്പറ് പിടിച്ചെടുക്കുകയും അത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല അവർക്കെന്താക്കി? തൗബ കൊടുത്തു എന്ന് പറഞ്ഞു. എന്താണ് കലിമാത്ത്? അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുബ്ഹാന മൗലിദിൽ പറയുന്നതാണ്,
أن آدم عليه السلام لما فتح إليه رأى على باب الجنة مكتوبا لا إله إلا الله محمد رسول الله. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിക്കുന്ന കാലം എന്തായി? സ്വർഗത്തിൻ്റെ എല്ലാ വാതുക്കലും എല്ലാ പടിവാതുക്കലും സ്ഥലങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല യാ റബ്ബി, പടച്ചോനെ, മാ ഹാദൽ ഇസ്മു, ഇതെന്താ പേര്? അല്ല കറന്തസ്മഹു ബിസ്മിക്, നിന്റെ പേരിനോടൊപ്പം ചേർത്തിട്ട് ഒരു അക്ഷരത്തിൻ്റെ ഫസലില്ലാതെ കണ്ട് ചേർത്ത് വായിച്ച് എഴുതി വെച്ചത് ആരെ പേരാണ്? വഖറനസ്മഹു ബിസ്മിഹി തഅദീമൽ തങ്ങളെ വജമഅ അല്ലാഹു ബൈന റുഅയതിഹി വകലാമിഹി വഖറനസ്മഹു ബിസ്മിഹി തഅദീമൽ, അതാ അള്ളാഹിൻ്റെ കൂടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മുൽ ജലാലിന്റെ ചെറുതാ. അല്ലാഹു തആലാക്ക് എണ്ണിയടങ്ങാത്ത അസ്മാ ഉണ്ട്. അല്ലാഹു തആലാക്ക് എണ്ണിയാ തീരാത്ത അസ്മാ ഉണ്ട്. അത് പല ഇനങ്ങളുണ്ട്. സമ്മൈത ബിഹി നഫ്സക അൻസൽതു ഫീ കിതാബിക ഔ അല്ലംതു ഹദം മിൻ ഖൽഖിക, പല പാർട്ട്. എന്നാൽ അതിനെല്ലാം മാനയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ പേരാണ് ഇത്, അല്ലാഹ് എന്നുള്ള പേര്. അക്ഷരം 4 ആണെങ്കിലും അർത്ഥം 10,000 അസ്മാവിൻ്റെ ഉൾക്കൊള്ളണം അല്ലേ? ഇതിൻ്റെ വ്യാഖ്യാനം എത്രയാ? ഇമാം ബൂനി റളിയല്ലാഹു അൻഹു, ഇമാം അലി അഹ്മദ് ബിൻ അലി അൽ ബൂനി റളിയല്ലാഹു അൻഹു പറയുന്നു, വലഖദ് സബഖത ലനാ 50 മുജല്ലദ. ഇസ്മുൽ ജലാലത്തിൻ്റെ വ്യാഖ്യാനം എഴുതിക്കൊണ്ട് 50 മുജല്ലദ് ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. 50 മുജല്ലദ്. എന്താ വായന? അല്ലാഹ് എന്ന 4 അക്ഷരത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അത്രമാത്രമുള്ള ഇസ്മിൻ്റെ കൂടെ ഒരു പേര്, എന്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഓർഡർ കൊടുക്കുന്നത് ഹാദാ മിൻ വലദിക്, ഇത് നിൻ്റെ മോനാണ്. ഈ ഇസ്മിൻ്റെ മുസമ്മാര ആദമേ നിങ്ങളുടെ മോനാണ്. കണ്ട, ഭൂമിയിലേക്ക് ഇറങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്യണ്ടേ? അമ്പിയാക്കൾക്ക് മഅ്സൂമികളാണ്, പക്ഷേ ചെറിയ കാര്യവും അവർ ഹക്കിൽ അത് വലുതായിക്കാണും, ചെറിയ കാര്യം അവരുടെ ഹക്കിൽ വലുതായിക്കാണും. എല്ലാത്തിനോട് തൗബ, എല്ലാത്തിനോട് ഇസ്തിഗ്ഫാർ. ബിഹഖി ഹാദൽ വലദി യഗ്ഫിർ ലിഹാദൽ വാലിദ്, എൻ്റെ മകൻ്റെ മുഹമ്മദ് എന്ന പേരറിയിക്കുന്ന മുഹമ്മദിൻ്റെ ബർക്കത്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ദുആ ചെയ്തു. ഫജഅലല്ലാഹു ലഹു ഫറജ, അല്ലാഹു തആല അതോടുകൂടി എന്താക്കി? ഫതാബ അലൈഹി. ലോകത്ത് ആദ്യമായി ആ പേര് ഉദ്ഘാടനം ചെയ്തെന്താ? തങ്ങൾക്ക് അർഹിക്കുന്ന പേര് എന്താ? മുഹമ്മദിൻ്റെ മാന സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരാലും എല്ലാ കാലത്തും എല്ലാ വിധേനയും ഏറ്റവും അധികം സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തി എന്നാണ് പേരിൻ്റെ അർത്ഥം തന്നെ. ഒന്ന് ചോദിക്കട്ടെ. എല്ലാവരാലും, പിന്നെ എല്ലാ വിധേനയും എല്ലാ കാലത്തും ഏറ്റവും അധികം സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. ഈ പേരെങ്ങനെ വന്നു? ആമിന ബീബി ഗർഭം ചുമന്ന അവസരത്തിൽ മലായിക്കത്ത് വന്നിട്ട് പറയും, ആമിന ബാറ്റിലുള്ള കുട്ടിയാരാന്നറിയോ? സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ. അതുകൊണ്ട് ജാഹിലിയ കാലത്തുള്ള പേരൊന്നും ഇട്ടുപോകല്ലേ, ആര് പറഞ്ഞാലൊന്നും സ്വീകരിക്കല്ല. എന്താ പേരുണ്ട്? ഫസമ്മീഹി മുഹമ്മദ സല്ലല്ലാഹു അലൈഹി, മുഹമ്മദ് എന്ന പേരിടണം ആമിന. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാക്കും കൊടുക്കും ഇതേ നിർദ്ദേശം. ഫത്ഹുൽ മുഈനിലില്ലേ, സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഹാമിൻ മിനല്ലാഹി തആല ലിജദ്ദിഹി ഖബലു അല്ലേ? ഫത്ഹുൽ മുഈൻ വായിച്ച് നോക്ക്. ഞാനതൊന്നും ഓതിയിട്ടില്ല, എന്നാലും ചില ഇബാറത്തെല്ലാം കാണാൻ പാടുണ്ട്. സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് പേരിടപ്പെട്ടത് ബിൽഹാമിൻ മിനല്ലാഹി തആല, അല്ലാഹു തആലാന്റെ വക്കൽ നിന്ന് ഇൽഹാമാൽ അറിയിച്ചത് കൊണ്ടാണ്. ലിജദ്ദിഹി അബ്ദുൽ മുത്തലിബ്, ഉപ്പാപ്പാക്ക് ഖാബിലു തങ്ങൾ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ പേരവിടെ പിടിച്ചു കൊടുത്തു. കണ്ട, അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ പേരിട്ടു. നോക്കിൽ കാണില്ല. കാലബിൻ ഇസ്ഹാഖ ലമ്മാ കാന യൗമു സാബീന ദബഹൻ ജദ്ദുഹു അബ്ദുൽ മുത്തലിബി ഫഖാമ ബിഅംദിഹി. 7-ാം ദിവസം ആയപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താക്കി? അത് ചെയ്യാനുള്ള അഖീഖയും അതിൻ്റെ വലീമത്തും ഇതെല്ലാം കൂടെ തയ്യാറാക്കി. ഖുറൈശികൾ ഒരുമിച്ചുകൂടി നേതാക്കന്മാരെല്ലാം വന്ന്
ഫതഅമഹും ഫലമ്മാ അകലു ഖയാലു യാ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ബിനക, കുഞ്ഞിക്കെന്താ പേരിട്ടത്? കാലാ അതിന് ബാക്കി പറ. സമ്മൈതുഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്ഹാഖ് ഇബ്നു ഇസ്ഹാഖ്. ആരാ ഇസ്ഹാഖ്? മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, വലിയ മുഹദ്ദിസാണ്. സഹീഹുൽ ബുഖാരിയിലെ എത്രയോ മുമ്പ് മുഹദ്ദിസീങ്ങളുടെ സുൽത്താനാണ് ആര്? മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. മുഹദ്ദിസീങ്ങൾ പാലിക്കുന്ന മുഴുവൻ നിബന്ധനകളും മുഴുവൻ ഇഹ്തിയാത്തും മുഴുവൻ സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ മൂപ്പറ എന്താണെന്നറിയോ? തങ്ങളുടെ ചരിത്രം പറഞ്ഞതിൽ മാത്രം ഒതുക്കിക്കളഞ്ഞു. നമസ്കാരമോ നോമ്പോ സഹീഹ് ബുഖാരി പോലെ ജാമിയ കിതാബ് ഉണ്ടാക്കിയില്ല. അതാ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. നമ്മൻ പേർക്ക് നാട്ടിലൊക്കെ മൊയിലിറക്കിയാന്ന് അല്ലേ? എല്ലാം കൈ അതൊരു മൗലവി സാഹിബ അല്ല. മാ സമ്മൈതവനക്, എന്താ കുട്ടിക്ക് പേര്? ഖാല സമ്മൈതുഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടു. ഖാലൂ ഖദ് റഗബതൻ അസ്മാ യാ ബായിക്, പൂർവികന്മാരാ പിതാക്കന്മാർ ഇടാറുള്ള പേരിനെ തൊട്ട് നിങ്ങൾ തെറ്റിയിട്ട് ഒരു പുതിയ പേരായി പോയി. അതുകൊണ്ട് പാരമ്പര്യം കളട്ട് കളിക്കാൻ പാടുള്ള പേര് മാറ്റണമെന്ന് ആര് പറയുന്നത്? ഖുറൈശികൾ. മൂപ്പറെന്ത് പറഞ്ഞ്? അറത്തു യഹ്മദഹു മൻ അലൽ ഖബറാ, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും ആ പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ ആ കുട്ടിയെ സ്തുതിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ട, തങ്ങൾക്കൊത്ത പേരാണ്. കുഞ്ഞായി മുസ്ലിം ഉണ്ടാക്കിയില്ലേ? അഷറഫിലിരുന്ന് പാടുന്നേ മൂണ്ടും വണ്ടെളുത്തിനാൽ വെളുത്ത് ദാത പേർദമൈ ബണ്ടയണ്ട് ചണ്ടടങ്ങൾ വേഗമേ ഖുറൈശികൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മൂണ്ടും മുണ്ടെന്ന് പറഞ്ഞാൽ 3 + 1 എത്ര? 4. എളുത്തിനാന്ന് പറഞ്ഞാലോ എഴുതിയാൽ 4 അക്ഷരം വരുന്ന പേര് ഏതാണത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളിത്ത് ദാദ എന്നാണ് ഉപ്പ അബ്ദുൽ മുത്തലിബ് പേരിട്ട്. ഖുറൈശികൾ ദേഷ്യം പിടിച്ചില്ലേ? ബണ്ടയണ്ട് ചണ്ടടങ്ങൽ വേഗമേ ഖുറൈശികൾ എന്നിട്ട് അപ്പേര് വേണ്ട മാറ്റണം മാറ്റണം മാറ്റണം. പാരമ്പര്യം വിട്ടുകളിച്ചു പോയി. അവരുടെ ചോദ്യം തീർന്നിട്ടില്ല. ആണ്ടുള്ളാരിൽ ആയുള്ളാരിൽ ആരുള്ളാം ഇന്നാമുള്ളാർ, ഇതാ ഖുറൈശികൾ പറഞ്ഞത്. ആണ്ടുള്ളാരിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് മരിച്ചുപോയ പിതാക്കന്മാരില്ലേ. ആയുള്ളാരിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. ആരുള്ളാർ ആരാണുള്ളത്? ഈ നാമുള്ളാർ, ഈ പേരുടേവൾ. പണ്ട് നൂലുമദ്ദേഹ പാഠമാണ് ചിരിക്കും. ആണ്ടുള്ളാരിൽ ആയുള്ളാരിൽ ആരുള്ളാം ഇന്നാമുള്ളാർ. കുൽക്കട്ട പോകരിക്കാക്കാമല്ലോ. റഹ്മത്തുള്ളാഹി നല്ലൊരു ആശിക്കാൻ നോക്കും. നമ്മളൊരു ചെറിയ കുടുംബ ബന്ധമുണ്ട്. ആണ്ടുള്ളാരിൽ ആയുള്ളാരിൽ ആരുള്ളാം ഇന്നാമുള്ള എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ തമാശയാണ്. ജീവിച്ചിരിക്കുന്നവരിലോ മരിച്ചുപോയ കൂട്ടത്തിലോ ഈ പേരുടെ ആരെങ്കിലും ഉണ്ടോ? പുതിയ പേരല്ലേ, മാറ്റണോ? അപ്പോൾ ബഹുമാനപ്പെട്ട മുസന്നിഫ് പറയുന്നത് വേണ്ടുന്നാമം പൂണ്ടുള്ളവരെ കാണുമ്പതേത് നാളിലോ. അർഹതപ്പെട്ട പേര് കിട്ടിയിട്ടുണ്ട്. അവർ ഞാനെപ്പോഴാണ് പോയി കാണുക പഠിച്ചവനേ നൂപ്പറല്ലെങ്കിൽ കാണുമ്പതേത് നാളിലോ എന്ന് പറയും. ഇസ്മുല്ലാദം മുഹമ്മദ് എന്ന പേര് ഇസ്മുല്ലാദമാണ്. എനിക്ക് നീട്ടി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കേൾക്കാനും പറയാനും അവസരം ഉണ്ടാക്കി തെറ്റാണ്. എത്ര പറഞ്ഞാലും പിടിച്ചിലുണ്ടാവില്ല, എത്ര പറഞ്ഞാലും തീരൂല. അയുംദഹു മൻ നസിനൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മിൻ ബഅദു യുൻശഉ സലാത്തുൻ വ തസ്ലീമുൻ على المصطفى المختار خير البرية. അപ്പോൾ കുറേ കാലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ തൗഫീഖ് ചെയ്തു. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു തആല നമുക്ക് അതിനുവേണ്ടി ആക്കുന്നു. തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ എന്നിട്ട് തങ്ങളുടെ ദുആയുണ്ട്. അയ്യദക്കല്ലാഹു ബിറൂഹിൽ ഖുദ്സ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനായ ഒരു കവിയാണ്. മൂപ്പർ യുദ്ധക്കളത്തിലൊന്നും പോകില്ല. കാരണം മൂപ്പർക്ക് ചില ഒരു ശാരീരികമായ ബലഹീനത ഉണ്ടാവും. അവർക്ക് യുദ്ധം മുഴുവില്ല. പക്ഷെ വേറൊരു യുദ്ധം, തങ്ങളെ ശത്രുക്കൾ എന്താണോ പറഞ്ഞത് ആക്ഷേപിച്ചത് അതിനെതിരെ അതേ വചന പദ്യം ഉണ്ടാക്കിയിട്ട് എന്താക്കും? തിരിച്ചടിക്കും.
പദ്യമുണ്ടാക്കല. മൂപ്പർ വലിയ ഷായറാണ്. മൂപ്പർ ഷെയർ ഒരുമിച്ചൂടെ ദീവാനു ഹസ്താൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതിന് ഷറഹുണ്ട്. തങ്ങളെ മതഹേ പറയില്ല. അതാ വരിദൽ ഹുദാ വൽ കായിനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൽ വസനാഉ. അടാ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖലിഖത കമാ തശാഉ. വലിയ കവിയ. ഈ കവിത പാടാൻ വേണ്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കസേര തയ്യാറാക്കിയിട്ട് ഹസ്സാൻ അവിടെ ഇരുന്നിട്ട് പാട്ട് പാടണം. തങ്ങളെ മദഹ് അസ്ഹാബിമാർ കേൾക്കാൻ വേണ്ടി വളച്ചിരുത്തും, പഠിക്കും. തങ്ങൾ നല്ലോണം മദഹ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞ്? അയ്യദക്കല്ലാഹു ബിറൂഹിൽ ഖുദൂസ്, അയ്യദക്കല്ലാഹു ബിറൂഹിൽ ഖുദൂസ്. റൂഹുൽ ഖുദൂസ് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് വ്യാഖ്യാനമുണ്ട്. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകമായ ഒരു മദദ്, ഒരു സഹായം നിനക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ദുആ തങ്ങളുടെ മദഹ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, തങ്ങളെ മനസ്സിലാക്കുവാനും ഈ പറയപ്പെട്ട 10 ഹക്കുകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായ മുത്തഖിയായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്നല്ലോ. റഹ്മാനായ അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പൂർണ്ണമായി ഇത്തിബാ ചെയ്തുകൊണ്ട് പൂർണ്ണമായി മഹബ്ബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്തുകൾ ഹയാത്താക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർ തങ്ങളുടെ ഹക്കായ മാർഗത്തിൽ നീ ഞങ്ങളെ ജനിപ്പിക്കുകയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ നമ്മളെ ആക്കി തന്നതുപോലെ റഹ്മാനായ അല്ലാഹു അതിൽ നിന്ന് അണുമണി തൂക്കം തെറ്റിപ്പോവാതെ ഇസ്തിഖാമത്തോടുകൂടി നല്ല തഖ്വയായിക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് ഷഹാദയിൽ ഞങ്ങൾ ഖാത്തിമത്താക്കി തരണേ അല്ലാഹ്. ഇതിന് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ഏതെല്ലാം വിധത്തിൽ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نستشفع به إليك إذ هو أوجه الشفعاء إليك ونقسم به عليك إذ هو أعظم من نقسم بحقه عليك ونتوسل به إليك إذ هو أقرب الوسائل إليك. نشكو إليك يا رب قسوة قلوبنا، نشكو إليك يا رب قسوة قلوبنا، نشكو إليك يا رب قسوة قلوبنا وكثرة ذنوبنا وطول آمالنا وفساد أعمالنا وتكاسلنا عن الطاعات وهجومنا على المخالفات. فنعم المشتكى إليه أنت يا ربنا، بك نستنصر على أعدائنا وأنفسنا فانصرنا، وعلى فضلك نتوكل في صلاحنا فلا تكلنا إلى غيرك يا ربنا، وإلى جناب رسولك صلى الله عليه وسلم ننتسب فلا تبعدنا، وببابك نقف فلا تطردنا، وإياك نسأل فلا تخيبنا. اللهم ارحم تضرعنا وآمن خوفنا وتقبل أعمالنا وأصلح أحوالنا واجعل بطاعتك اشتغالنا وإلى الخير مآلنا وحقق بالزيادة أعمالنا واقرب بالعافية غدونا وآصالنا واختم بالسعادة آجالنا. اللهم اختم بالسعادة وعلى كلمتي الشهادة آجالنا. اللهم اختم بالسعادة وعلى كلمتي الشهادة آجالنا. اللهم هذا ظلنا ظاهر بين يديك وحالنا لا يخفى عليك. أمرتنا فتركنا ونهيتنا فارتقبنا ولا يسعنا إلا عفوك فاعف عنا يا خير مأمول وأكرم مسؤول إنك عفو غفور رؤوف رحيم. واغفر اللهم لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أوصانا بالدعاء ولمن حضر في مجلسنا هذا من إخواننا وأخواتنا. نسألك العافية لنا ولهم في الدين والدنيا والآخرة ولجميع أمة سيدنا محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. ഈ പള്ളിക്ക് വേണ്ടുന്ന എല്ലാവിധ അവകാശങ്ങളും ഖിദ്മത്തുകളും സാമ്പത്തിക സഹായം, ശാരീരിക സഹായം എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല